നിയമം എന്ന് പറയുന്നത് ഈ പണത്താലും സ്വാധീനത്താലും സ്വാധീനിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. ഇന്ന് ജനത്തിന് ഭയങ്കര നിയമത്തിൽ വിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് കമന്റുകളും ഒരുപാട് വീഡിയോകളും നമ്മൾ കാണുന്നുണ്ട്. ഇത് എത്രത്തോളം അപകടകരമാണെന്ന് തോന്നുന്നുണ്ട്? ഇതൊരു അപകടമാണോ അല്ലെങ്കിൽ അത് നല്ലതിനാണോ എന്നുള്ളൊരു സംഭവമാണ് ചോദിക്കുന്നത്. ആക്ച്വലി ഒരിക്കലും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാവരുത് ജസ്റ്റിസ്. നീതി എന്നുള്ളത് ഒരിക്കലും വില കൊടുത്ത് വാങ്ങുന്ന സംഗതി ആവരുത്. അതാണ് അതിൻ്റെ അടിസ്ഥാന പ്രമാണം. എല്ലാവരിലേക്കും നിയമം ഒരുപോലെ തന്നെ പോകണം. നമ്മളുടെ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട അനുച്ഛേദമായിട്ടുള്ള ആർട്ടിക്കിൾ 14 പറയുന്നത് സമത്വമാണ്. എന്താണ് ഈക്വാളിറ്റി എന്ന് പറഞ്ഞാൽ? അത് നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണെന്നും നിയമം എല്ലാവർക്കും തുല്യമായ സംരക്ഷണം നൽകണമെന്നാണ്. രണ്ട് ലിംബാണ്. അതായത് നിയമത്തിന് മുന്നിൽ ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ ആൻഡ് ലോ ഗീവ്സ് ഈക്വൽ പ്രൊട്ടക്ഷൻ ടു ഓൾ. ഇതാണ് ഈക്വാളിറ്റിയുടെ വാക്ക്. അതാണ് ആ ആർട്ടിക്കിൾ. അപ്പം നിയമം എല്ലാവർക്കും തുല്യമായ സംരക്ഷണം നൽകുന്നുണ്ടോ? അതൊരു ചോദ്യമാണ്. ഇപ്പം രണ്ട് വ്യക്തികൾ, ഒരാൾ ഒരു ഗ്രാമത്തിൽ വെച്ച് കൊല ചെയ്യപ്പെടുന്നു, ഒരാൾ പട്ടണത്തിൽ വെച്ച് കൊല ചെയ്യപ്പെടുന്നു. ചിലപ്പോൾ ഗ്രാമത്തിൽ വെച്ച് കൊല ചെയ്യപ്പെടുന്ന ആൾക്ക് ആ കൊലയാളിനെ കൃത്യമായി അവിടുത്തെ പോലീസ് കണ്ടെത്താനും കൃത്യമായി തെളിവുകൾ കിട്ടാനും എല്ലാം ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവാം. കാരണം ഗ്രാമവാസികളൊന്നും തന്നെ കൂറുമാറാതെ കൃത്യമായി സാക്ഷി പറഞ്ഞ് കൃത്യമായ എല്ലാ തെളിവുകളോടും കൂടി ഇത് പിടിച്ചിട്ടുണ്ടാവാം. പക്ഷേ പട്ടണത്തിലെ കൊലപാതകം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അതിലെ സഞ്ചരിച്ചു പോയ ആളുകൾ മുഴുവനും അവിടെയുള്ള ആളുകളാവില്ല. അവർ പട്ടണത്തിൽ വന്നു പോകുന്ന ആളുകളാവാം. അതുകൊണ്ട് അവർക്ക് വന്ന് മൊഴി പറയേണ്ടതില്ല. അവർക്ക് ആ ഒരു നീതികേടിനോട് അവർക്കൊരു ഉത്തരവാദിത്തമില്ല. പക്ഷെ ഗ്രാമത്തിൽ സംഭവിക്കുമ്പോൾ നീതികേടിനോടൊരു ഉത്തരവാദിത്തം ഉണ്ട് അവർക്ക്. അപ്പൊ ഈ രണ്ട് വ്യത്യാസങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമുക്ക് സാക്ഷികളുടെ അഭാവത്തിൽ, തെളിവുകളുടെ അഭാവത്തിൽ പട്ടണത്തിൽ നടന്ന കൊലപാതകം വെറുതെ വിടുകയും, തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുകയും, ഗ്രാമത്തിൽ നടന്ന കൊലപാതകം തെളിവുകൾ സംശയത്തിന് അതീതമായി തെളിയിക്കപ്പെട്ടതുകൊണ്ട് ഒരുപക്ഷെ അവിടെ കുറ്റക്കാരനെ കൃത്യമായ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ശിക്ഷിക്കാൻ പറ്റുകയും ചെയ്യും. അപ്പൊ ഇവിടുത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ ആ കുറ്റകൃത്യത്തിനോടുള്ള പൊതുവേ ഉള്ള ആറ്റിറ്റ്യൂഡ് നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന് പറഞ്ഞാൽ പോരാ. നമ്മൾ ശരിയാണ്, നീതി വേണം എന്നും, പക്ഷെ ഈ നീതിനെ വില കുറയ്ക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മളെന്ന് വെച്ചാൽ ആ കേസിലേക്ക് എത്തപ്പെടുമ്പോൾ, ഒരു കുട്ടിയെ ബസ്സിൽ വെച്ച് ഒരാൾ തോണ്ടുന്ന സമയത്ത് ആ കുട്ടി ഞെരുവിരി കൊള്ളുന്നത് കാണുന്ന മറ്റുള്ളവർക്ക് അതൊരു പ്രോബ്ലം ആയി തോന്നുന്നേയില്ല. സംഭവം ശരിയല്ല, എല്ലാവരും പറയും. എന്നിട്ട് അവനവൻ്റെ കുട്ടികളെ ഓട്ടോറിക്ഷയിലും സ്കൂൾ ബസ്സിലും കയറ്റി വിടും, അല്ലെങ്കിൽ 2 വീലറോ കാറോ ഉണ്ടെങ്കിൽ അതിൽ കൊണ്ടുപോയി കൊണ്ടുവന്നാക്കും. കാരണം അവർക്കറിയാം ബസ് സേഫ് അല്ല. അപ്പൊ അതുകൊണ്ട് എൻ്റെ കുട്ടി എത്ര കഷ്ടപ്പെട്ടാലും വിരോധമില്ല, ഞാൻ 2 വീലർ വാങ്ങി കൊണ്ടുവന്നാക്കി കൊടുക്കും. പക്ഷെ അതിൽ പോകുന്ന മറ്റുള്ള കുട്ടികൾക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് നേരമില്ല, എനിക്ക് ജോലിക്ക് എത്തണം, എനിക്ക് മറ്റു പല കാര്യങ്ങളുണ്ട്, ഇതിന് പിന്നാലെ നടക്കാൻ പറ്റൂ, പിന്നെ കേസിന് വിളിക്കുമ്പോൾ പോകണ്ടേ. അപ്പൊ നമുക്ക് അതിലേക്ക് നീതിയിലേക്ക് എത്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം നമുക്കില്ല. എല്ലാവരും എളുപ്പത്തിൽ അവനവന് പിന്നെ ആ നീതികേടിനെ പറ്റി പറയുമ്പോൾ കൊലപാതകം ചെയ്ത ആൾക്കാർ അല്ലെങ്കിൽ കുറ്റം ചെയ്ത ആൾക്കാർ ഏതെങ്കിലും രീതിയിൽ നമ്മളെ ഭയപ്പെടുത്തുകയോ സ്വാധീനിക്കുകയോ പണം നൽകുകയോ നമ്മുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരായി മാറുകയാണെങ്കിലോ, അപ്പോഴും പിന്നെ നമ്മളൊക്കെ ഭയങ്കര വൾണറബിൾ ആണ് ഓൾറെഡി. ഓരോ മനുഷ്യരും 3-4 ലോക രാജ്യങ്ങളിലെ ഓരോ മനുഷ്യരും പ്രശ്നങ്ങളിലാണ്. അതായത് ഇപ്പൊ ഞാനൊരു വക്കീലാണ്, പക്ഷെ ഞാനൊരു വക്കീലാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ പൈസ വരിക, കേസ് വരിക, എൻ്റെ കാര്യങ്ങൾ നടക്കില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഒരുപാട് സമൂഹത്തിലുള്ള ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്തുകൊണ്ട്, അപ്പൊ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ഡിപ്പെൻഡൻസിയാണ്, ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ്സാണ്. അപ്പൊ അതിൽ ഒരാളെ ഞാൻ പിണക്കി കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? അപ്പൊ അയാൾ എന്നെ പറ്റി മോശം വിചാരിക്കും, അയാളുടെ കൂട്ടുകാരോട് പറയും. അപ്പൊ നമ്മളിങ്ങനെ നമ്മുടെ മുന്നിലുള്ള ആ ചില അഭിമാന ബോധങ്ങൾ, സ്യൂഡോ അഭിമാന ബോധങ്ങൾ നമുക്ക് വിളിക്കാം, അതൊക്കെ കാരണം കൊണ്ടും നമ്മൾ കേസിൽ പോയിരുന്ന കോടതി കയറുക, കേസിൽ പെടുക എന്നൊക്കെ പറയുന്നത് എളുപ്പമല്ല, മാറി നിൽക്കും. അങ്ങനെ നീതിയെ വില കുറയ്ക്കുന്നത് നമ്മൾ തന്നെയാണ്. ആക്ച്വലി നീതിബോധമുള്ള മനുഷ്യർ ജീവിക്കുന്ന ഒരു നാട്ടിൽ നീതിക്ക് ഒരിക്കലും വില കുറയില്ല. പക്ഷെ നീതിബോധം ഇല്ലാത്ത മനുഷ്യരായതുകൊണ്ട് എനിക്ക് ഒരു പ്രോസിക്യൂട്ടർ അല്ലെങ്കിൽ എനിക്കൊരു ഡിഫൻസ് വക്കീൽ, ഇപ്പൊ കുറ്റം ചെയ്ത ആൾക്കാണെങ്കിൽ ഡിഫൻസ് വക്കീൽ, അപകടം പറ്റിയ ആൾക്കാണെങ്കിൽ പ്രോസിക്യൂട്ടർ. പക്ഷെ ഈ പ്രോസിക്യൂട്ടറെയും വിലക്ക് വാങ്ങുന്ന സിസ്റ്റം ഉണ്ടാവും, ഡിഫൻസ് വക്കീലിനെയും വിലക്ക് വാങ്ങുന്ന സിസ്റ്റം ഉണ്ടാവും. അങ്ങനെയുള്ള സിസ്റ്റങ്ങൾ ഉണ്ടാവുന്ന സമയത്താണ് നീതി കൈവിട്ടു പോണത്. ഇതില് ജഡ്ജിനെ ഒരിക്കലും വിലക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ പോലും ജഡ്ജിന് അങ്ങനെ വിലക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെ? ഈ പറയുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെ അദ്ദേഹം ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അറ്റ് എ ടൈം ആള് പ്രതിസ്ഥാനത്ത് വരാനുള്ള സാധ്യതകൾ അടക്കമുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്.
അതാണ് ജനാധിപത്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരും എന്താ പറയാ, നോ വൺ ഈസ് എബൗ ലോ എന്നാണ്. രാജാവ് പോലും നിയമത്തിന് കീഴിലാണെന്നാണ് പഴയ കാലത്ത് പറയാം. ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു ജഡ്ജ് കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ ജഡ്ജിനെതിരെ നടപടി എടുക്കാനുള്ള വകുപ്പ് നമുക്കുണ്ട്. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ പിന്നീട് സംസാരിക്കാം. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് ആക്ട്രസിന് നേരെ ഉണ്ടായ അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇതിന്റെ ഒരു പരിസരത്ത് നിന്നിട്ട് നമ്മുടെ ദിലീപിനെ വെറുതെ വിട്ടതും പൾസസുനിയും മറ്റും ആളുകളെ ശിക്ഷിച്ച ബന്ധപ്പെട്ട് ഏറ്റവും നല്ല കേരളത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയം അതാണ്. എല്ലാവർക്കും മനസ്സിലാവാത്ത ഒരു നീതി എന്താ പറയുക വ്യാഖ്യാനമാണ്, നിയമവ്യാഖ്യാനമാണ് ഉണ്ടായത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ആ പെൺകുട്ടി അതിക്രൂരമായി ഉപദ്രവിക്കപ്പെട്ടു, ബലാത്സംഗം ചെയ്യപ്പെട്ടു, ഭയപ്പെടുത്തിയിട്ടും കീഴ്പ്പെടുത്തിയിട്ടും ഒക്കെയാണ് ചെയ്തത്. അതുകൂടാതെ അത് അവിടെ അവസാനിക്കുന്നില്ല, അത് വീഡിയോ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ആ വീഡിയോ ആരിലേക്കൊക്കെ പോകുന്നു എന്നുള്ളത് ആ പെൺകുട്ടി മരിച്ചാൽ പോലും തീരാത്തൊരു വിഷയമായി നിൽക്കുകയാണ്. കാരണം എൻ്റെ കാലശേഷവും ഇവിടെ എൻ്റെ വീഡിയോ പ്രചരിക്കുന്നു എന്നുള്ളൊരു ആദ്യം ഉണ്ടല്ലോ, അത് എൻ്റെ ഫെയിം നിലനിൽക്കത്തോളം കാലം, ഞാൻ എന്നൊരു വ്യക്തി ഓർമ്മയിലെടുത്തോളം കാലം അതൊരു വിഷയമായി മാറുകയാണ്. അപ്പോൾ മരണശേഷം പോലും മനുഷ്യാവകാശം ലംഘിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് ആ പെൺകുട്ടിയുടെ ജീവിതം, ആ സ്ത്രീയുടെ ജീവിതം. അപ്പോൾ അത്രയും വലിയൊരു ഗ്രോസ് ആയിട്ടുള്ള ഒരു അനീതി സംഭവിച്ചു. ആ പെൺകുട്ടി പറയുന്നു എന്നോട് ചെയ്തു, ആ ചെയ്ത ആൾക്കാർ പറയുന്നു ഞങ്ങൾ ചെയ്തു, വേറെ ആള് പറഞ്ഞിട്ടാ ചെയ്തത്. ഇത്രയേ ഉള്ളൂ അതില്. അപ്പൊ ഇത്രയും തെളിഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, ഇതൊക്കെ തെളിഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, അതിലിപ്പോ യാതൊരു സംശയവും. പിന്നെന്താ, ആര് പറഞ്ഞു ചെയ്തു അത് നമുക്ക് തെളിയിക്കാൻ പറ്റില്ല. അത് തെളിയിക്കാൻ പറ്റാത്തടത്തോളം കാലം ആരെങ്കിലൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഓഫർ ചെയ്താൽ എന്തും ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളൊരു ഭയം. രണ്ട്, ഇതൊക്കെ ചെയ്യിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ? ഒരാളെ 2 അടി കൊടുപ്പിക്കാം, കൈ വെട്ടിക്കാം, കാല് വെട്ടിക്കാം, മറ്റേത് ചെയ്യാം, കൊലപാതകം ചെയ്യാം. പക്ഷെ ഒരു സ്ത്രീയെ ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കണം എന്ന് പറയാ, അത് ചെയ്യാൻ പറ്റിയ ആൾക്കാർക്ക് എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഒന്നൊരു എന്താ പറയാ ആലോചനയില് ഒന്നും നിരക്കുന്ന കാര്യങ്ങളല്ല. അതെ അതെ, അത്രമേൽ മനുഷ്യനല്ലാണ്ടാകൂ. മനുഷ്യൻ ഗതി കെട്ടുന്ന സമയത്ത് മറ്റൊരു മനുഷ്യർ തിന്നു എന്ന് പറയുന്നു. ഇത് ഗതികേടുമില്ല. അതായത് ഔട്ട് ഓഫ് നെസസിറ്റി ഒരു വലിയ കടലിൽ 2 മാസം പെട്ട സമയത്ത് ഒരു ചെറിയ കാലാപ്പനി സിനിമ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ശരിക്കും ഇത് ഉണ്ടായൊരു മാറ്ററാണ്. അപ്പോൾ ഒരു കുഞ്ഞിനെ കൊന്ന് കഴിച്ചിട്ടുള്ളൊരു വിഷയം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മളങ്ങനെ നരഭോജികളായ മനുഷ്യർ പോലും ഇങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പൊ അത്രയും അതായത് സമാനമായൊരു സംഗതി ഉണ്ടായതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അറിയില്ല. അപ്പൊ ഇത്രയും വലിയ സംഭവം ഉണ്ടാവുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, പിന്നെ ആര് പറഞ്ഞിട്ടാണ് ചെയ്തത്? പക്ഷെ ഈ ജഡ്ജ്മെന്റ് വായിക്കുന്ന സമയത്ത്, ജഡ്ജ്മെന്റ് എല്ലാവരും വായിച്ചോ എന്ന് എനിക്കറിയില്ല, ജഡ്ജ്മെന്റ് വായിക്കുന്ന സമയത്ത് ഒരു 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 ബാഹ്യ പ്രേരണയാൽ അല്ലെങ്കിൽ ഒരു ഗൂഢാലോചന നടത്തി ഒരാള് നീ കൊല്ലൂ എന്ന് പറഞ്ഞ് കൊട്ടേഷന് പണം കൊടുക്കാൻ ഒരാൾ റെഡിയാണ്, അല്ലെങ്കിൽ പണം ഉണ്ടായില്ലെങ്കിലും ഇപ്പം ഈ ചില ആത്മബന്ധങ്ങളുണ്ടല്ലോ, അപ്പൊ ആത്മബന്ധങ്ങളുടെ മുകളിലും വിധേയത്വം, ആത്മബന്ധം, അതിന്റെ മുകളിലും ഇതൊക്കെ കൊല്ലാനും തല്ലാനും നടക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പൊ അതുപോലെയും ചെയ്തതാണ് എന്ന ആ ഒരു പോയിന്റ് എല്ലാവരിലും ഉണ്ട്. അല്ലാണ്ട് പൾസസുനിയും ഒരു ടീമും കൂടി ആ പെൺകുട്ടിയോട് ലസ്റ്റ് ഉള്ള കാരണം കൊണ്ട്, അതായത് ബലാത്സംഗം ചെയ്യണമെന്ന ലൈംഗിക ത്വരയുള്ളത് കൊണ്ട് ആ പെൺകുട്ടിയെ പ്ലാൻ ചെയ്ത് ബലാത്സംഗം ചെയ്ത് വീഡിയോ എടുത്തു. എന്നിട്ട് ഇവര് ആ വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഇത് കൊണ്ട് നടന്ന് ഞങ്ങൾ ഇനി വിൽക്കാം, കാശുണ്ടാക്കാം, അങ്ങനെ വിചാരിച്ച് ചെയ്തതാണെന്ന് നമുക്ക് ഒരിക്കലും നമ്മളുടെ ഒരു നിലവാരത്തിൽ ആലോചിക്കുമ്പോൾ കിട്ടുന്നില്ല. അപ്പൊ ആരോ ഉണ്ട് ഇതിനകത്ത്, എനിമിറ്റി ഉണ്ട്. മാത്രമല്ല ഈ പെൺകുട്ടിയുടെ എനിമിറ്റി ഉള്ള ആളാണ് താനും ദിലീപ്. അപ്പൊ അതുകൊണ്ടാണ് ദിലീപിലേക്ക് ഇത് എത്തിയതും. അത് തെളിഞ്ഞിട്ടുണ്ട്. ഇതിനെ പച്ചയ്ക്ക് കത്തിക്കും എന്ന് പറഞ്ഞു എന്നും ഉള്ള കാര്യങ്ങളൊക്കെ നീതിയുടെ അളവുകോല് വെച്ച് നോക്കുമ്പോൾ തെളിഞ്ഞില്ലെങ്കിലും മനുഷ്യരുടെ ധാർമ്മികതയുടെ അളവുകോല് വെച്ച് നോക്കുമ്പോൾ അത് മുഴുവൻ തെളിഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അപ്പോ ആ ഒരു ഗൂഢാലോചന തന്നെ ഇല്ല, അല്ലെങ്കിൽ അത് ജഡ്ജിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഗൂഢാലോചനയെ ജഡ്ജ് കാണുന്നില്ല എന്ന രീതിയിലാണ് ജഡ്ജ്മെന്റ് വന്നിട്ടുള്ളത്. അതാണ് ഇവിടെ വളരെ എന്താ പറയാ നമുക്ക് യോജിക്കാം. ഒരു ഗൂഢാലോചന ഉണ്ട് എന്നൊരു അന്വേഷണത്തിനുള്ളൊരു സ്കോപ്പ് പോലും അടച്ചു കളയുന്ന രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ പോയിട്ടുള്ളത്. അത് നമ്മളുടെ ഒരു ആരുടെയും നീതി നടപ്പിലാക്കിയാൽ മാത്രം പോരാ, നീതി നടപ്പിലാക്കി എന്ന് വിശ്വസിപ്പിക്കേണ്ടത് കൂടിയുണ്ട്, അത് നമ്മളെ ബോധ്യപ്പെടുത്തേണ്ടത് കൂടിയുണ്ട് എന്നാണ് നീതിയുടെ ആപ്തവാക്യം. ജസ്റ്റിസ് നോട്ട് ഓൺലി ബി ഡൺ ബട്ട് സീംസ് ടു ബി ഡൺ. നിയമം നീതി നടപ്പിലാക്കിയാൽ മാത്രം പോരാ, ബട്ട് സീംസ് ടു ബി ഡൺ, അതായത് നടത്തി എന്ന് ബോധ്യപ്പെടുത്തുക കൂടി വേണം. ഇവിടെ നീതി നടപ്പിലാക്കപ്പെട്ടു എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ മനസാക്ഷി മുഴുവനും
അയ്യോ നീതികേട് സംഭവിച്ചു, ആ പെൺകുട്ടിക്ക് നീതി കിട്ടിയിട്ടില്ല, അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ഞങ്ങൾക്ക് പറയാനുള്ളത്? അതിജീവിക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് തന്നെയല്ലേ നമുക്ക് പറയാനുള്ളത്. അപ്പോ നീതികേട് സംഭവിച്ചു എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് എല്ലാവരും ഭയപ്പെടുന്നത്, എല്ലാവരും സംശയിക്കുന്നത് നീതി വിലയ്ക്ക് വാങ്ങാൻ സാധിക്കുമോ എന്ന്. അപ്പോൾ ആ ചോദ്യത്തിൽ നിൽക്കട്ടെ. നീതി വിലയ്ക്ക് വാങ്ങാൻ പറ്റില്ല എന്നും പറ്റുമെന്നും ഞാൻ ഉത്തരം പറയണില്ല. ആ സംശയം നിങ്ങളുടെ മനസ്സിൽ വീഴ്ത്തിയെങ്കിൽ അത് ജുഡീഷ്യറിയോടുള്ള സംശയം മാത്രമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നുണപരിശോധന എന്ന് പറയുന്ന ഒരു കാര്യത്തിന് കോടതിക്ക് ഒരിക്കലും കമ്പൽ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അതായത് അത് അദ്ദേഹം ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് ചെയ്യാൻ കഴിയുള്ളൂ. ഇവിടെ നുണപരിശോധന അദ്ദേഹം ചെറുത്ത് തോൽപ്പിക്കുന്നുണ്ട്. സീരിയസ്ലി ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി തയ്യാറല്ല എന്ന് കോടതിനെ ധരിപ്പിക്കുന്നുണ്ട്. പിന്നെ മൊബൈൽ ബേസ് ചെയ്തിട്ടുള്ള പല ഡാറ്റകളും ഈ പറയുന്ന ഫോറൻസിക് ടീമിനെ വെച്ചിട്ടാണ് ഡിലീറ്റ് ചെയ്തതെന്നാണ് അറിയുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ കോടതിക്ക് ഈ പറയുന്ന ചെറുക്കുന്ന കാര്യങ്ങളെ തെളിവുകളാക്കിയിട്ട് എടുക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ടോ കോടതിക്ക്? ആക്ച്വലി ഇതില് ഞാനും കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഞാനത് പറഞ്ഞിട്ടില്ല. സായി ശങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈബർ മേഖലയിൽ ജോലി ചെയ്യുന്ന ആള് എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അയാൾ വന്നിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അയാൾ പറയുന്നത് വെച്ചാൽ ഞാനിങ്ങനെ ഒരു കേസുമായി ബന്ധപ്പെട്ട് രാമൻപിള്ള സാറിൻ്റെ ഓഫീസിൽ പോവുകയും അങ്ങനെ സാറ് എനിക്ക് വേണ്ടി കോടതിയിൽ ഹാജരാവുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സാറിന് എന്തെങ്കിലും സൈബർ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ എക്സ്പെർട്ടൈസ് ചെയ്തു കൊടുക്കും. അത് മോണിറ്റർ ചെയ്തിട്ടോ അല്ലാതെയോ ചെയ്തു കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് വരണം, 2 മൊബൈലുണ്ട്, അതിലുള്ള കുറേ ഡാറ്റകൾ മാറ്റാനുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കളയാനുണ്ട്, വരണം. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ഒരു ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ദിലീപിൻ്റെ ലിസ്റ്റാണ്. 10,000-കണക്കിന് അതിലേറെ ഫോട്ടോസും വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇന്ന ഫോട്ടോസ് ഡിലീറ്റ് ചെയ്ത് കളയണം, ഇന്ന ഫോട്ടോസ് പകർത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കറക്റ്റ് ഡീറ്റെയിൽ കൊടുത്തിട്ടുള്ള കാര്യമാണ്. മൂപ്പര് അവിടെ ഇരുന്ന് അത് മുഴുവൻ ചെയ്തു. അതിനുശേഷം അവർ എന്താ ഉണ്ടായതെന്ന് എനിക്ക് കൃത്യമായിട്ട് അത് ഓർക്കാൻ പറ്റുന്നില്ല. പിന്നെ അയാളത് ക്ലിയർ ആയിട്ട് എന്നോട് പറഞ്ഞിട്ടുമില്ല. എന്തായാലും ശരി, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇയാളുടെ ചെയ്യുന്ന മനുഷ്യരുടെ പ്രത്യേകതയുണ്ട്. അവരതിൻ്റെ ഒരു കോപ്പി എപ്പോഴും അവരുടെ ലാപ്ടോപ്പിൽ സൂക്ഷിക്കും, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ സൂക്ഷിക്കും. എനിക്കറിയുന്ന കാര്യം, എൻ്റെ മോനും ഒരു സൈബർ എക്സ്പേർട്ടാണ്. ഇയാളും അത് സൂക്ഷിച്ചിട്ടായിരുന്നു. പക്ഷേ ഇയാൾ മണ്ടനായതുകൊണ്ടാണോ, ഇയാൾ കളവ് പറയുന്നതാണോ, സത്യമാണോ, ഇനി അങ്ങനെ ഒരു സംഗതി ഉണ്ടായതാണോ എനിക്കറിയില്ല. ഇയാളുടെ എക്യുപ്മെൻറ്റ്സ് മുഴുവനും അയാളുടെ ഓഫീസിൽ വെച്ചിട്ട് ഇയാൾക്ക് ഇറങ്ങേണ്ടി വന്നു പുറത്തേക്ക് എന്നാണ്. അപ്പോൾ ഇയാൾ പറയുന്നത് അങ്ങനെ ഇയാളെ വിട്ടുള്ളൂ എന്നാണ്. ഒരു പക്ഷേ ശരിയാകാം, കാരണം ആദ്യമായിട്ടൊന്നുമല്ലല്ലോ ഇത്തരം കേസുകൾ ചെയ്യണത്. ഒരു ഡിഫൻസ് വക്കീലന്മാർക്ക് അത്ര ബോധമില്ലായ്മയില്ല, കാരണം ഇയാളുടെ അത് കൊടുത്തു വിടാൻ മാത്രമുള്ള വിശ്വാസം ഉണ്ടാവില്ല. അപ്പോൾ അത് ഇയാളുടെ പേയ്മെൻറ്റ് കൃത്യമായി കൊടുത്ത് അത് ഇറേസ് ചെയ്തതിന് ശേഷമായിരിക്കാം ഇയാളെ പുറത്ത് വിടുള്ളൂ എന്നുള്ളത്. പക്ഷേ ഇയാൾ പുറത്ത് വിട്ടതിന് ശേഷം ഇയാളെ പോലീസ് പിടിച്ചു എന്നാണ് ഇയാൾ പറയണത്. കാരണം ഇയാൾ ഇങ്ങനൊരു നീക്കം നടത്തുന്നുണ്ടെന്ന് പോലീസ് അറിഞ്ഞതാണോ എന്നറിയില്ല, ഇനി ഇയാൾ പോയി വെളിപ്പെടുത്തിയതാണോ എന്നറിയില്ല. ഇയാളുടെ പിന്നാലെ കേരള പോലീസ് കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേരള പോലീസ് ഇയാളുടെ പിന്നാലെ കൂടിയതിന് ശേഷം ഇയാൾ കേരള പോലീസുമായിട്ടൊരു ധാരണയായിട്ട് ഇയാൾ എല്ലാ കാര്യങ്ങളും കേരള പോലീസിന് കൊടുക്കാൻ വിചാരിച്ചു. പക്ഷേ അങ്ങനെ വിചാരിച്ച് ഇയാൾ തിരിച്ച് അവിടേക്ക് കയറി ചെല്ലുമ്പോൾ ഇയാൾക്കൊന്നും കിട്ടുന്നില്ല. ഇയാളുടെ എക്യുപ്മെൻറ്റ്സ് എല്ലാം വക്കീൽ ഓഫീസിൽ പിടിച്ചു വെക്കപ്പെട്ടു. ഇയാൾ പറയുന്ന ആരോപണങ്ങളാണ്, എനിക്കറിയില്ല ശരിയാണോ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ സഹായിക്കണം, കേസ് എടുക്കണം. ഞാൻ കേരള പോലീസിനോട് പോയി പറഞ്ഞ പോരെ കേസ് എടുക്കാനായിട്ട്, താന്നിപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറയണത്, കാരണം കേരള പോലീസിനേക്കാളും വലുതാണോ ഞാൻ എന്നൊരു ചോദ്യം. അപ്പം അല്ല മാഡം സഹായിക്കണം, ഇതങ്ങനെ നേരെ പോലീസിന് കേസ് എടുക്കാൻ പറ്റില്ല, അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് കോടതിയിൽ നിന്ന് എൻഡോസ് ചെയ്ത് കൊണ്ടുവരുമെന്നാണ്. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പോലും താങ്കൾ ഒരു പരാതി എഴുതി എവിടെയാണോ വക്കീൽ ഓഫീസ് ഇരിക്കുന്നത് അവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി എഴുതി കൊടുത്ത് ആ പരാതിയുടെ കോപ്പിയും റെസീറ്റും എനിക്ക് കൊണ്ടു തരണം. അതുകൂടാതെ അവരുടെ മുതിർന്ന ഉദ്യോഗസ്ഥനായിട്ടുള്ള SP ആണോ കമ്മീഷണറാണോ ഏത് ലിമിറ്റിലിരിക്കണമെന്ന് അറിയില്ല, അദ്ദേഹത്തിനും ഒരു പരാതി കൊടുക്കണം, അതിൻ്റെ റെസീറ്റ് തരണം. ഈ 4 എണ്ണം വെച്ചുകൊണ്ട് മാത്രമേ എനിക്ക് താങ്കൾക്ക് വേണ്ടിയിട്ട് ഒരു സ്വകാര്യ ന്യായം പ്രൈവറ്റ് കംപ്ലയിൻറ്റ് കോടതിയിൽ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനത് ചെയ്തു തരാം, എനിക്ക് ഫീസും വേണമെന്ന് പറഞ്ഞിട്ട്. കാരണം ഇയാൾ ഒറ്റയ്ക്ക് വന്ന് പറയുന്ന കാര്യമില്ലേ, ഇയാൾ എല്ലാത്തിനും റെഡിയായിരുന്നു, ഇയാൾ ഫീസ് തരാനും റെഡിയാണ്, എല്ലാത്തിനും റെഡിയാണ്. അങ്ങനെ ഇയാൾ വന്ന് ഇയാളുടെ പരാതികളൊക്കെ പറഞ്ഞു. ഞാൻ അയാളോട് ഞാൻ റഫായിട്ടൊന്ന് കാര്യങ്ങൾ എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു. പിന്നെ ഞങ്ങളെല്ലാം ഒരു തവണ വന്നിട്ടുള്ളൂ. പിന്നെ വാട്സാപ്പിലൂടെ എനിക്ക് കാര്യങ്ങളൊക്കെ അയച്ചതൊക്കെ ചെയ്തത്. പക്ഷേ ഇയാൾ പരാതി കൊടുത്തതിൻ്റെ ഫൈനലായിട്ടുള്ള പരാതി ഒപ്പിട്ട് കൊടുത്തതിൻ്റെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തന്നിട്ടില്ല. അതുപോലെ റെസീറ്റ് എനിക്ക് അയച്ചു തന്നിട്ടില്ല. ഇയാൾ കേസ് കൊടുത്തിട്ടില്ല. ഇയാൾ കേസ് കൊടുക്കാണ്ട് നടക്കുകയാണ്. കേസ് കൊടുത്താലല്ലേ. അപ്പോൾ എനിക്ക് മനസ്സിലായത് അയാൾക്ക് അതിനുള്ള ഒരു ധൈര്യം എനിക്ക് കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കും. കാരണം ഇയാൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു വക്കീൽ ഉണ്ടാവുമെന്ന് വേണമെങ്കിൽ അപ്പുറത്തെ ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടാവില്ല.
അങ്ങനെ ഇയാൾ ചെയ്യാൻ പോകുന്നുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ വല്ല പൈസ കൊടുത്തോ കൊടുക്കാതെയോ മാനേജ് ഉണ്ടാവും. ഇനി അതുമല്ല, കേരള പോലീസ് എന്തുകൊണ്ട് അവിടെ പോയി അന്വേഷിച്ചില്ല എന്ന് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഉത്തരം, ഒരു വക്കീൽ ഓഫീസ് കയറി റെയ്ഡ് ചെയ്യാനായിട്ട് പോലീസുകാർക്ക് എന്ത് തെളിവുള്ളത്? ഒരു വാറണ്ടോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണ്ടേ? അതിനുള്ളത് ഇയാളെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല വേണമെങ്കിൽ. കാരണം ഇവരൊക്കെ എല്ലാ മനുഷ്യരെയും നമുക്ക് കണ്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണം എന്നില്ലല്ലോ. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, കേസ് വരുന്നേക്കാൾ മുൻപ് കോടതി വന്ന് നിങ്ങളുടെ മൊബൈൽ ഹാജരാക്കൂ എന്ന് പറയണേക്കാൾ മുൻപേ ഈ പരിപാടികളൊക്കെ അവർ തുടങ്ങി വെച്ചു. എന്നിട്ടും ഇത് റിട്രൈവ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലായി. കാരണം ശായശങ്കർ ചെയ്തേക്കാളും ഗംഭീരമായിട്ട് ചെയ്യണം. ഫോർമാറ്റ് ചെയ്താൽ മാത്രം പോരാ, ഫോർമാറ്റിലേക്ക് പോയി ചെയ്യേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അത് ബോംബെയിലേക്ക് കൊണ്ടുപോയി. കൂടെ വക്കീൽ ജൂനിയേഴ്സ് ഉണ്ടായിരുന്നു അത്രേ. പത്രത്തിൽ അങ്ങനെയല്ല വാർത്ത വന്നത്. ഹാർഡ് റീസെറ്റ് ചെയ്താൽ പോലും റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോ ഇവര് നേരെ പോയത് FSലേക്ക് കൊടുക്കണേക്കാൾ ഇവര് നേരെ പോയത് ബോംബെയിലും കൊണ്ടുപോയി കൊടുത്ത് അത് ഏതൊക്കെയോ രീതിയിലാണ്. ഇനിയിപ്പം അതിന്റെ മുഴുവൻ അകത്തെ ഹാർഡ് സാധനങ്ങളൊക്കെ മാറ്റിയോ, ഹാർഡ് ഡ്രൈവും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടോ എന്നറിയില്ല. അത്രമേൽ അതിനെ മാറ്റിയിട്ട് സേഫ് ആക്കിയിട്ട് കൊണ്ടുവന്ന് കോടതിയിൽ പ്രസന്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ടാമ്പറിംഗ് ദ എവിഡൻസ് എന്നാണ് ഇതിന് പറയുക. അപ്പോൾ എവിഡൻസ് ഇത്രമേൽ മാറ്റാൻ, തെളിവുകൾ ഇല്ലാതാക്കാൻ കഴിവുള്ള, സിസ്റ്റത്തിന്റെ അപ്പുറത്തേക്ക് കടന്ന്, നമ്മുടെ സിസ്റ്റത്തിന് എന്ത് കഴിവുള്ളതല്ലെങ്കിലും ഇപ്പം ഒരു പ്രതി പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലീസ് എങ്ങനെയാ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കണേ? ഓടിച്ചിട്ട് സിനിമയിൽ പിടിക്കണ പോലെ പിടിക്കാനൊന്നും പറ്റില്ല. അവരിങ്ങനെ പോയ ലൊക്കേഷനും ടവറും നോക്കി എല്ലാ CCTV പരിശോധിച്ചൊക്കെ തന്നെ പറ്റുള്ളൂ. കാരണം പോലീസിന്റെ വണ്ടിയിൽ ഡീസൽ ഉണ്ടാവില്ല, പോലീസിന്റെ വണ്ടിയിൽ അത് ഓടിക്കാൻ പറ്റിയ സംവിധാനങ്ങൾ ഉണ്ടാവില്ല, നല്ല വണ്ടി ആയിരിക്കില്ല, അതിനെ പറ്റിയ മറ്റു അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് പോലീസിന്റെ ഇപ്പം എന്താ പറയുക, ഇതിനെ മോഡേണൈസിങ് ദ പോലീസ് എന്ന് പറഞ്ഞിട്ട് എന്താ ഉണ്ടായിട്ടുള്ളത്? മോഡേണൈസിങ് ദ പോലീസ് എന്ന് പറഞ്ഞിട്ട് പോലീസിന് വലിയ മോഡേണൈസിങ് ഒന്നും കിട്ടിയിട്ടില്ല. ആകെ കൂടി ഒരു ഇന്റർനെറ്റ് വന്നു എന്നല്ലാതെ വളരെ സ്ലോ ആയിട്ടുള്ള സിസ്റ്റവും എല്ലാം ആണ് ഉള്ളത്. അപ്പം നമ്മൾ വളരെ പുറകിലാണ് ഈ സിസ്റ്റത്തിന്റെ ഒപ്പം. അല്ലെങ്കിൽ നാട്ടിലിപ്പം എത്രത്തോളം ഒരാൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമോ മറ്റു കാര്യങ്ങൾ എന്നുള്ളതിന് അത്രയും ആക്സസ് നമ്മുടെ സിസ്റ്റത്തിനില്ല, സംവിധാനത്തിനില്ല. അത് കേരള പോലീസിന്റെ സൈബർ വിങ്ങിന്റെ ഒക്കെ വലിയ വീഴ്ചകളാണ്. ഇതില് പോലീസ് നീതിപൂർവം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? പോലീസ് 100% നീതിപൂർവം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന ഒരു ഇതുണ്ടോ? കാരണം ഇതിൽ പോലീസിനെ വെല്ലുവിളിക്കുന്നുണ്ട് ഈ പറയുന്ന വ്യക്തി. അതായത് പോലീസ് ഗൂഢാലോചന നടത്തി കൊടുക്കാൻ ശ്രമിച്ചു എന്നടക്കം പറയുന്നുണ്ട്. കേരള പോലീസ് എന്നോട് ക്ഷമിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഞാനിങ്ങനെ വെറുതെ, ഞാനൊരു റിസർച്ചറാണ്, PhD ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ടെയും ഞാൻ നിയമം ഗവേഷണം ചെയ്യുന്ന ഒരാളാണ്. വായിക്കുകയും ശ്രദ്ധിക്കുകയും ചിന്തിക്കുകയും അനലൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ കാണുന്നൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഫേമസ് കേസുകളുണ്ടല്ലോ, വളരെയധികം സെൻസേഷനായി മാറുന്ന സൗമ്യ കേസ് തുടങ്ങിയ കേസുകൾ, ഈ കേസുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പോലീസ് ആവശ്യമില്ലാതെ പല എവിഡൻസുകളും ഫിക്സ് ചെയ്യും. അത് ഭയങ്കരമായിട്ട് തിരിച്ചടിക്കും. അതായത് മനക്കണക്ക് കൂട്ടി വെക്കും. അതാണ് പ്രശ്നം. പോലീസ് എന്തിനാണ് ഫിക്സ് ചെയ്യുന്നത്? യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ച് അത് കൃത്യമായി കോടതിയുടെ മുന്നിൽ കൊണ്ടുപോയി പ്രസന്റ് ചെയ്യുന്നതും, പഴുതടച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ട് പഴുതുകൾ ഉണ്ടെങ്കിൽ അവിടെ മുഴുവൻ കൊണ്ടുപോയി പലതും കുത്തിക്കയറ്റാൻ നോക്കിയിട്ട് അത് മുഴുവനും വിഡിത്തമായി മാറുമ്പോൾ നമ്മളിങ്ങനെ ഒരു നൂലെടുത്തിട്ട് അതിലിങ്ങനെ മുത്തുമണി കോർക്കുന്ന പോലെയാണ്. ആ എവിടെയെങ്കിലും വെച്ചിട്ട് ആ മാലയിലെ കെട്ട് പൊട്ടിയാൽ മുഴുവൻ മുത്ത് മൂർന്നു വീഴും. അതാണ് ഇതിന്റെ എവിഡൻസിന്റെ ഒരു പ്രശ്നം. അപ്പൊ ഈ മുത്തുമണി ഇട്ട് കോർക്കുമ്പോൾ പോലീസ് ആലോചിക്കണം, ഇത് ഇടയിൽ ഫില്ല് ചെയ്യാൻ ഗ്യാപ്പിൽ കൊണ്ടുപോയിട്ട് വെക്കാൻ പാടില്ല എന്നുള്ളത്. ഈ ഫിക്സിംഗ് ആണ് പല സമയത്ത് സംഭവിച്ചിട്ടുള്ളത്. സൗമ്യ കേസിനെ മാത്രം എടുക്കാം. സൗമ്യ കേസിൽ ഗോവിന്ദചാമി കൃത്യമായി ആ കുട്ടിയോട് ബലാത്സംഗം ചെയ്തിട്ടുണ്ട്, ആ കുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ട്, ആ കുട്ടിയുടെ നിന്ന് സ്വർണം തട്ടിപ്പറിച്ചിട്ടുണ്ട്, റെയിൽവേ ഇതിൻ്റെ അകത്തേക്ക് അനുവാദമില്ലാതെ കയറിയിട്ടുണ്ട്. എല്ലാം തെളിഞ്ഞു. ഗോവിന്ദചാമി ആ സൗമ്യയെ കൊന്നു എന്നത് മാത്രം തെളിഞ്ഞില്ല. എന്താ കാരണം? അത് ഇവിടുന്ന് ഉണ്ടായ പോലെയല്ല. അത് സുപ്രീം കോടതിയിലെത്തിയപ്പോൾ ക്ലിയർ ആയിട്ട് വന്നു. മരണകാരണം പറഞ്ഞ സമയത്ത് ആരാണോ പോസ്റ്റ്മോർട്ടം ചെയ്തേ അവരെ കൊണ്ട് അത് പറയിക്കാതെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് പറയിച്ച കാരണം കൊണ്ട് അതിൽ തെറ്റ് വന്നു. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പം മുഴുവനും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടല്ല, അവർ പറഞ്ഞ മൊഴികൾ മുഴുവൻ ഇപ്പം അവൈലബിൾ ആണല്ലോ. സൗമ്യ കേസ് എടുത്തിട്ട് സുപ്രീം കോടതി ജഡ്ജ്മെന്റ് വായിച്ചു നോക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാവുന്ന കാര്യമാണ്, ഗോവിന്ദചാമിക്ക് ഒരു മനുഷ്യനെ ചെരിച്ചു കെടുത്തിയിട്ട്
തലയിൽ കുത്തിക്കഴിഞ്ഞാൽ, തലയിൽ മുറിവുണ്ടാക്കി കഴിഞ്ഞാൽ ആ മുറിവ് തലയിൽ ഇന്റേണൽ ഇഞ്ചുറി ഉണ്ടാക്കുമെന്നും ആ ഇന്റേണൽ ഇഞ്ചുറിയുടെ ബ്ലഡ് ഇങ്ങനെ ഊസ് ചെയ്ത് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പോകുമെന്നും എന്നിട്ട് അത് ആസ്പിറേറ്റ് ചെയ്തിട്ട് ഒരാൾ മരിക്കുമെന്നും ഉള്ള അറിവില്ല അയാൾക്ക് റേപ്പ് ചെയ്യാനുള്ള ഇൻറ്റൻഷൻ ഉണ്ട്, കൊല്ലാനുള്ള ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നില്ല. കാരണം റേപ്പ് ചെയ്യുമ്പോൾ മിണ്ടാതിരിക്കാൻ വേണ്ടി മുഖത്തും തലയിലൊക്കെ കല്ലുകൊണ്ട് കുത്തിയിട്ട് പല്ല് പൊട്ടിയിട്ട് വരെ ശ്വാസകോശത്തിൽ പോയി കിടന്നിട്ടുണ്ട്, ലങ്സിൽ പോയി കിടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്റൻഷൻ എന്തിനായിരുന്നു? റേപ്പ് ചെയ്യാനും മിണ്ടാതാക്കാനും. പക്ഷെ ഏത് മനുഷ്യനും അറിയാലോ, ഏത് പോലീസുകാരനും അറിയാം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരാളുടെ തലയിൽ ഇഞ്ചുറി ഉണ്ടാക്കിയാൽ അയാൾ മരിക്കും എന്നുള്ളത്, ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാവും, മരിക്കും എന്നുള്ളത്. പക്ഷെ അത് അത്രയും പറഞ്ഞാൽ മതി. അതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ ബ്ലഡ് ഒഴുകുമെന്നും അത് ലങ്സിൽ പോയിരുന്നിട്ട് വലിച്ചിട്ട് മരിക്കും എന്നൊക്കെ പറഞ്ഞ് അത് അനാവശ്യമായ വിശദീകരണം കൊടുത്ത് അത് നശിപ്പിച്ച് ഒരു മൊഴി പറഞ്ഞിട്ടാണ് ഇയാൾക്ക് അങ്ങനെയുള്ള കാര്യം അറിയണമെങ്കിൽ ഒരു സപ്പൈൻ പൊസിഷൻ എന്ന് പറയാം, ചാരി ഇരുത്തിയാൽ അങ്ങനെ സംഭവിക്കും എന്ന് ആർക്കും മനസ്സിലാവും? ഒരു സാധാരണക്കാരന് മനസ്സിലാവും? ഇല്ല. ആർക്കും മനസ്സിലാവും? മെഡിക്കൽ പേഴ്സൺസിനെ മനസ്സിലാവുക. കഴിഞ്ഞില്ലേ? ഗോവിന്ദചാമി മെഡിക്കൽ പേഴ്സൺ അല്ലല്ലോ. അതോടുകൂടി കൊലപാതകം ഞാൻ ചെയ്ത പ്രവൃത്തി കൊണ്ട് കൊല സംഭവിക്കുമെന്നുള്ള അറിവ് അയാൾക്ക് ഇല്ലാണ്ടായി. ഞാൻ കൊല ചെയ്യാനല്ല ആ സ്ത്രീയെ ഉപദ്രവിച്ചത്, റേപ്പ് ചെയ്യാനാണ്. അപ്പോൾ കൊലപാതകം ചെയ്യാനുള്ള ഇന്റൻഷനും ഇല്ല, കൊലപാതകമാണ് എൻ്റെ പ്രവൃത്തി എന്നുള്ള നോളജും ഇല്ലാത്ത കാരണമാണ് ചാമിയുടെ പുറത്തിരിക്കുന്നത്. അപ്പോൾ ആരാണ് തോൽപ്പിച്ചത്? പ്രോസിക്യൂഷനാണ് തോൽപ്പിച്ചത്. ഈ പ്രോസിക്യൂഷൻ തൂവല് വാങ്ങി, അതായത് മെഡൽ വാങ്ങി, സൗമ്യ കേസ് അന്വേഷിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള മെഡലൊക്കെ വാങ്ങി കുത്തി. മെഡൽ ആരും തിരിച്ചു മേടിച്ചില്ല. ഗോവിന്ദചാമിയെ തൂക്കിക്കൊല്ലാതിരുന്നപ്പോൾ ആരും മെഡൽ തിരിച്ചു വാങ്ങിയില്ല. ഈ മണ്ടത്തരങ്ങൾ ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പാറ്റേൺ ഈ ഇൻവെസ്റ്റിഗേഷൻ ടീം, ഈ പ്രോസിക്യൂട്ടർ, ഈ ആൾക്കാർ മുഴുവൻ ചെയ്യുമ്പോൾ ഇതേ മണ്ടത്തരങ്ങൾ ഇവർ ഈ കേസിലും തുടക്കത്തിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാണ് ഇത് വായിക്കുമ്പോൾ മനസ്സിലാവുന്ന സംഗതി. ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാണെങ്കിൽ ഈ പറയുന്ന വ്യക്തി, ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പേഴ്സണലി ചേച്ചി വിശ്വസിക്കുന്നുണ്ടോ? പേഴ്സണലായിട്ട് 100% ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് കേസിന്റെ തുടക്കം തൊട്ടും കേസിന്റെ ഈ അവസ്ഥയിലും എത്തി നിൽക്കുമ്പോഴും കേസ് കഴിയുമ്പോൾ ഞാനൊരു ക്രിമിനോളജി പഠിച്ച ഒരാളാണ്. ക്രിമിനോളജിയാണ് എൻ്റെ ഇഷ്ടപ്പെട്ട ടോപ്പിക്ക്. അപ്പോൾ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ സൈക്കോളജിയൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്ന ആളാണ്. എൻ്റെ ഒരു വിഷയം അതും കൂടിയാണ്. LLM ക്രിമിനൽ ലോ ആയിരുന്നു, MA ക്രിമിനോളജി ആൻഡ് പോലീസ് സയൻസ് ആണ്. ഇപ്പോൾ റിസർച്ച് ചെയ്യുന്ന വിഷയങ്ങളും സെക്സ്വൽ അസോൾട്ടായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിക്ടിംസിൻ്റെയാണ്. അപ്പോൾ എന്തായാലും ക്രിമിനലിനെ പഠിക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ ജീവിതം മുഴുവനും ഏകദേശം ഈ ക്രിമിനൽസിൻ്റെ മനഃശാസ്ത്രം നോക്കി നടക്കുന്ന ആളാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് മറ്റൊരാൾക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഇത്തരം കാര്യങ്ങൾ ചെയ്യാനും അത് ആസൂത്രണം ചെയ്യാനും അതിൻ്റെ സൂത്രധാരനാവാനും അത് വിജയിപ്പിക്കാനും അത് തന്നിൽ നിന്ന് മാറ്റാനും സിസ്റ്റത്തെ പോലും ഈ രീതിയിൽ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ കഴിവുള്ള മിടുക്കനായിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ക്രിമിനൽ എന്ന രീതിയിൽ ഉള്ള കഴിവ് ഉള്ള മനുഷ്യനായിട്ടാണ് ഈ അക്യൂസിനെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. എൻ്റെ തോന്നലാണ്. അത് എനിക്കുണ്ടാകുന്ന ഒരു ഗട്ട് ഫീൽ മാത്രമല്ല, ആ ഗട്ട് ഫീലിനൊപ്പം തന്നെ ഞാൻ പഠിച്ചു വന്നിട്ടുള്ള ഈ ക്രിമിനൽ നീതിശാസ്ത്രത്തിലെ ക്രിമിനലുകളുടെ ചെയ്തികൾ അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറുകൾ മനസ്സിലാക്കുമ്പോഴും ഞാനുണ്ടല്ലോ ദിലീപ് പുറത്തിറങ്ങി വരുമ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നതാണ് എന്നും ആദ്യം മഞ്ജുവിൻ്റെ പേര് പറയുന്നു എനിക്കറിയായിരുന്നു. അത് ഞാൻ വെറുതെ പറയുന്നതല്ല, അത് ഡാം ഷുവറാ. എനിക്കതിങ്ങനെ ക്ലിയർ ആയിരുന്നു നെക്സ്റ്റ് വേർഡ് ഇതാണ് എന്നുള്ളത്. അതേപോലെ തന്നെ സർവേശ്വരന് നന്ദി, മഞ്ജുവാണ് ആദ്യമായി എനിക്കെതിരെ പറഞ്ഞത്. യെസ്, അത് ഡാം ഷുവർ ആയിരുന്നു. എന്നാൽ നമുക്കറിയാം ഇവരുടെ സൈക്കോളജി ഇതാണ്, ഇവരിങ്ങനെ പറയൂ, ഇവരിങ്ങനെ ചിന്തിക്കൂ. അതൊരു പുരുഷ മേധാവിത്വപരമായിട്ടുള്ള സാധനം ഉള്ളിൽ പേറുന്ന ആളുകളുടെ ആ അവസരം കിട്ടുന്ന സമയത്ത് അവര് മൂർഖനായി മാറുന്നതിന്റെ ഒരു സംഗതിയാണ്. നല്ല ഞാനും ശ്രദ്ധിച്ചതാണ്. എനിക്കും വ്യക്തിപരമായിട്ട് ഇയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കാനുള്ള യാതൊരു സ്പേസും ഇല്ല യാഥാർത്ഥ്യത്തിൽ. അത് കേരളത്തിന്റെ പൊതുസമൂഹത്തിനും കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് ഫാൻ ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാർ വളരെയധികം കുറഞ്ഞ് ഹാർഡ് കോർ ഫാൻ എന്ന് പറയുന്നുള്ള ഒരു രീതിയിലേക്ക് മാത്രമുള്ള ആൾക്കാർ മാത്രമാണ് ഇദ്ദേഹത്തിന് ഇന്ന് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള കുടുംബങ്ങളിലുള്ള ആൾക്കാർ പോലും അതിശയിപ്പിച്ച കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യത്തെ വിധിക്ക് ശേഷം ദിലീപിനെ സപ്പോർട്ട് ചെയ്തിട്ട് സാംസ്കാരിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ള ആൾക്കാർ പോലും അത്രയ്ക്കും വെറുപ്പും വിദ്വേഷവും പ്രകടിപ്പിച്ചു തുടങ്ങി.
ഒരു കാര്യം പറയട്ടെ, നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട് ഐസ്ക്രീം പാർലർ കേസ്. പക്ഷെ നമുക്ക് നന്നായിട്ട് അറിയാം ആരാണേലും പ്രതി. പിന്നത്തെ തവണ അത് കോടതിയുടെ മുന്നിൽ തെളിവുകളല്ലേ, തെളിവിനുള്ള ബിൽഡിംഗ് പോലും പൊളിച്ചു കളഞ്ഞു. അവിടെ നോക്കുമ്പോൾ ബിൽഡിംഗ് ഇല്ല. അപ്പൊ ഇത് ആദ്യമായിട്ടൊന്നുമല്ല നമ്മൾ കാണുന്നത്. പണവും അധികാരവും ഒക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ ഇങ്ങനെ ചെയ്യും. പലതവണ അതിജീവിതം മൊഴി മാറ്റി പറഞ്ഞ് നമ്മൾ കണ്ടതാണ് അല്ലെ. അപ്പോ ആ കേസിൽ നിരുപാധികം വെറുതെ വിട്ടു. പിന്നത്തെ ഇലക്ഷൻ വന്നപ്പോഴോ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. അപ്പോ ജനം എന്ന് പറയാൻ എത്രേ ഉള്ളൂ. ജനം എന്ന് പറഞ്ഞ ട്രെൻഡാണ്. ഇപ്പൊ ട്രെൻഡിനനുസരിച്ച് കാര്യങ്ങൾ പോകുന്ന കാര്യമാണ്. അത്രേ ഉള്ളൂ. സിനിമ വിജയിച്ചാൽ പോലും അത് ദിലീപ് ശരിയായതുകൊണ്ട് സിനിമ വിജയിക്കുന്നതല്ല, കുഞ്ഞാലിക്കുട്ടി ശരിയായതുകൊണ്ട് വിജയിച്ചതല്ല. ഇപ്പോ കുര്യനെതിരെ സൂര്യനെല്ലി കേസിലെ പെൺകുട്ടി പറഞ്ഞു, അയാൾ പ്രതി ചേർക്കപ്പെട്ടില്ലെങ്കിലും. അതുപോലെ തന്നെ നമ്മുടെ ജഗതിക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കേസ്. നമുക്കിതൊന്നും അറിയാനിട്ടല്ല, ആരൊക്കെ എന്തൊക്കെ ചെയ്യേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളിതൊന്നും അറിയാനിട്ടല്ല. മലയാളി മണ്ടനല്ല, പക്ഷെ മലയാളിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ മലയാളിക്ക് ആവശ്യത ഇന്നത്തെ കാര്യം കടക്കണം. ഇന്നത്തെ എൻ്റെ കാര്യം കടന്നു പോകണമെങ്കിൽ ഞാൻ ഏത് ചെകുത്താൻ്റെയും കൈ പിടിക്കും. ഈ താങ്കളെ പോലെ ഇപ്പോൾ ഈ ക്രിമിനോളജി കാര്യങ്ങൾ റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ, ഈ പറയുന്ന സൈക്കോളജി റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ, ഈ റിസർച്ച് ചെയ്യുന്ന ആൾക്കാരും കൂടിയിട്ട് ജഡ്ജിലേക്ക് അത് തെളിവുകളായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ടോ, ആ രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഈ ജുഡീഷ്യൽ റീസണിംഗ് എന്നാണ് ഞങ്ങൾ പഠിക്കണത്. അതായത് ഒരു ജഡ്ജ് ഒരു ജുഡീഷ്യൽ റീസണിങ്ങിലേക്ക് എത്തണമെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അവരെ സ്വാധീനിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഇവിടെ ഈ ജഡ്ജ് എങ്ങനെയാണ് ഈ ജുഡീഷ്യൽ റീസണിലേക്ക് എത്തിയതെന്ന് വായിക്കുമ്പോൾ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഇതിനകത്ത് കാണുന്നില്ല. ഞാൻ ആ ജഡ്ജിനെ ഭയങ്കര സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവേണ്ട ആളാണോ ജഡ്ജ് എന്ന് വെച്ചാൽ എനിക്കറിയില്ല. അതൊരു ആക്ടിവിസ്റ്റ് ഉണ്ടായാൽ മതിയോ എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ ദിലീപിനെ മാറ്റി നിർത്തുന്നു. ഞാൻ ജഡ്ജിൻ്റെ എനിക്ക് പഠിക്കാം, അനലൈസ് ചെയ്യാം, ഒരു ഫെയർ ക്രിറ്റിസിസം ആവാലോ. എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ സ്റ്റുഡൻസോ ആൾക്കാരോ അത് മനസ്സിലാക്കട്ടെ. അതിലിങ്ങനെയാണ്, എന്തിനാണ് ശിക്ഷിക്കുന്നത്? കൊച്ചുകുട്ടികൾ കുറ്റം ചെയ്താൽ കോലുമിഠായി ഠായ് ഠായ് എന്ന് പറയും. അപ്പോൾ കുട്ടികൾ കുറ്റം ചെയ്യുമ്പോൾ അടിക്കണം, കോലുമിഠായി എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അടി എന്താ? ഭയമാണ് ഉണ്ടാക്കുന്നത്. പിന്നത്തെ നമ്മൾ അടിക്കേണ്ടി വരില്ല. വടിയെടുത്ത് കൈ പിടിച്ചാൽ കുട്ടി പേടിക്കും. അപ്പൊ അടിക്കേണ്ട. അപ്പൊ എന്തിനാണ് ശിക്ഷ? ഡിറ്ററന്റ് എഫക്റ്റിനാണ്. അതായത് നമുക്ക് ഭയം, ഞാനൊരു കുറ്റം ചെയ്താൽ എനിക്ക് ശിക്ഷ കിട്ടും, എന്നെ പോലീസ് പിടിക്കും, ഞാൻ ജയിലിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഇതുണ്ട്, അതുവഴി ഉണ്ടാവണം മാനക്കേട്, എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഒരു ഭയമാണ്. ശിക്ഷ, പണിഷ്മെന്റ് നമ്മുടെ ഉള്ളിലേക്ക് ഒരു ഭയം കൊണ്ടുവരാണ്. അപ്പോൾ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിയറി ഓഫ് പണിഷ്മെന്റ്, ഡെറ്ററന്റ് തിയറി ഓഫ് പണിഷ്മെന്റ്. അടിച്ചാൽ അതായത് കുറ്റം ചെയ്താൽ അടി കിട്ടും അല്ലെങ്കിൽ ശിക്ഷ കിട്ടും എന്നുകൊണ്ടാണ് നമ്മൾ പലരും കുറ്റം ചെയ്യാത്തത്. അത് വിജയിക്കുമെന്ന് വെച്ചാൽ അത് വിജയിക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അത് പിന്നെ അതിനെപ്പറ്റി ഇനി പറയാം. അത് ഒരൊറ്റ തിയറി ഓഫ് പണിഷ്മെന്റ് ആണ്. അടുത്ത തിയറി ഓഫ് പണിഷ്മെന്റ് പറയുന്നത്, അപ്പോൾ പൾസർ സുനി കുറ്റം ചെയ്തു, അപ്പോൾ ഇനിയുള്ള പൾസർ സുനികൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ അയാളെ മാതൃകാപരമായി ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കണം, എന്നാലേ നമ്മൾ ഭയം വരുള്ളൂ. അയാൾ ഓൾറെഡി 8 കൊല്ലം അനുഭവിച്ചു, ഇനി 20 വെറും 12 കൊല്ലേ ഉള്ളൂ. അയാൾക്ക് ഇപ്പോൾ 38 എത്ര വയസ്സുള്ളൂ. അപ്പോൾ 40-50 വയസ്സിൽ അയാൾ വളരെ സുഖം. 50 വയസ്സ്, എനിക്ക് 52 വയസ്സായിട്ടുള്ളൂ. അപ്പൊ 52 വയസ്സുള്ള ഒരു പുരുഷൻ, 50 വയസ്സുള്ള പുരുഷൻ എന്ന് പറയുന്നത് ഇനി എത്ര ക്രൈം ചെയ്യാനുള്ള ആരോഗ്യം സംവിധാനം ഒക്കെ ഉണ്ടെന്ന് ആലോചിച്ച് അയാൾ 50 വയസ്സിൽ പുറത്തു വരുമ്പോൾ, അതുമല്ല നമ്മുടെ ബിരിയാണി ഒക്കെ കഴിച്ച് കാശോട് കൂടിയാണ് അയാൾ പുറത്തു വരിക. കാരണം അയാൾ പണിയെടുത്ത പൈസ ഒക്കെ അയാൾക്ക് കിട്ടും, നമ്മൾ കാണുന്നതാണല്ലോ. അപ്പോൾ ഗോവിന്ദചാമിക്ക് ഇറങ്ങാറായിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ കാണുന്നത് എന്താ സംഗതി? അപ്പം ജനങ്ങൾക്ക് എന്താ കിട്ടുന്ന മെസ്സേജ്? നല്ല വക്കീലിനെ വെച്ച് കേസ് എടുത്തത്. ദിലീപ് നല്ല വക്കീലിനെ വെച്ചു, പൾസൂരി നല്ല വക്കീലിനെ വെച്ചില്ല. അപ്പൊ നല്ല വക്കീലിനെ വെച്ച് കേസ് എടുത്തുക, കുറച്ച് കാലം ശിക്ഷ അനുഭവിക്കുക, അത് കഴിഞ്ഞാൽ ബാക്കിയിൽ ഇനിയിപ്പോൾ നാട് വിട്ട് വേറെ സ്ഥലത്ത് പോയി ജീവിച്ചാൽ പോലും മറ്റൊരു ജീവിതം സാധ്യമാവുമല്ലോ. അപ്പം കുറ്റത്തിന് അനുപാതമായ ശിക്ഷ, ഡെറ്ററന്റ് എഫക്റ്റ് ഉണ്ടാവുന്ന ഒരു ശിക്ഷ ഇതിൽ വന്നിട്ടുണ്ടോ? ഇല്ല. അതാണ് ഒന്നാമത്തെ തിയറി ഓഫ് പണിഷ്മെന്റ് ഇതിൽ പൊളിഞ്ഞു പോകുന്ന ഒരു കാര്യം. രണ്ടാമത്തെ തിയറി ഓഫ് പണിഷ്മെന്റ്, ഇയാളെ എന്തിനാ നമ്മൾ പ്രിവെന്റീവാണ്, ഇയാളെ എന്തിനാ ജയിലിൽ കൊണ്ടുവരുന്നത്? പൾസർ സുനി പുറത്ത് കിടന്നാൽ, കുറ്റം ശിക്ഷ കിട്ടാതെ അയാൾ പുറത്ത് നടക്കുകയാണെങ്കിൽ അയാൾ ഇനി ഇത്തരം ക്രൈമുകൾ ചെയ്യും. അതുകൊണ്ട് പ്രിവെൻഷൻ, അയാൾ അകത്ത് കിടക്കട്ടെ, പ്രിവെന്റീവ് തിയറി ഓഫ് പണിഷ്മെന്റ്. അയാൾ ക്രൈം ചെയ്യാൻ ഇനി പാടില്ല, അയാൾ നമ്മളിൽ നിന്ന് മാറ്റി സെപ്പറേറ്റ് ആക്കി നിർത്തണം. സോ ദാറ്റ് ഈസ് പ്രിവെന്റീവ് തിയറി ഓഫ് പണിഷ്മെന്റ്. വെറും 12 കൊല്ലം നിർത്തണുള്ളൂ എന്നുള്ള മറ്റൊരു കാര്യം. കാരണം അയാൾ വരുമല്ലോ, അയാൾ അവിടെ കിടക്കണം, അയാൾ മരിക്കണ വരെ ജീവപര്യന്തം തടവ് കിട്ടിയിരുന്നെങ്കിൽ ഹീസ് എ ഹാർഡ് കോർ ക്രിമിനൽ. ഇതിന് മുൻപ് അയാൾ ക്രൈം ചെയ്തിട്ടുള്ള ഇഷ്ടം പോലെ തെളിവുകളുണ്ട്, അയാളുടെ മുൻകാല ചരിത്രവും അയാളുടെ കാര്യങ്ങളുണ്ട്. എന്നിട്ടും അയാൾ 50 വയസ്സിൽ പുറത്തു വിടാൻ ഒരവസ്ഥയാണ്. അപ്പോൾ എന്താ അവസ്ഥ? ഇയാൾ തിരിച്ചു വന്നിട്ട്
നാടിന് നന്മ ചെയ്ത് വിചാരിച്ചിട്ടാണോ? ശരി, മാനസാന്തരം വന്ന് സുനി വന്ന് ഇനി മുതൽ എല്ലാവരോടും വളരെ അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ നമ്മൾ? അതിനെയാണ് ഞങ്ങൾ റിഫോർമേറ്റീവ് തിയറി ഓഫ് പണിഷ്മെന്റ് അവസാനം പറയേണ്ട കാര്യമാണത്. അതായത് റീഫോം, ഇയാളെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ടു, യോഗ ചെയ്യിച്ചു, പൂക്കളെ വളർത്തിച്ചു, ചപ്പാത്തി കുഴപ്പിച്ചു, അല്ലെങ്കിൽ ബിരിയാണി ഉണ്ടാക്കിച്ചു, അയാൾക്ക് സൈക്കോളജി കൊടുത്തു, അയാൾ മറ്റേ ചെയ്തു, അപ്പൊ കൗൺസിൽ ചെയ്തു, അയാൾ നന്നായി പുറത്തു വന്ന് നമ്മുടെ സുനി വിചാരിക്കുകയാണ് ഇനി ഒരിക്കലും ഞാൻ ഒരു ക്രൈമും ചെയ്യില്ല, പകരം നാട്ടുകാർക്ക് നന്മയും ചെയ്ത് ജീവിക്കാം എന്നാണ്. അതാണ് എന്താണ് റീഫോർമേറ്റീവ് തിയറി ഓഫ് പണിഷ്മെന്റ്. അത് അവസാനത്തേക്ക് പറയേണ്ടതാണ്. അതിനുള്ള മറ്റൊന്നും കൊണ്ട് റിട്രിബ്യൂട്ടീവ് തിയറി ഓഫ് പണിഷ്മെന്റ്. അതാണ് നീതി കിട്ടിയില്ല നമ്മൾ പറയുന്നത്. നോക്കൂ, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, കൃഷ്ണ പ്രിയ എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടി. അവളുടെ അച്ഛൻ അവളെ ഉപദ്രവിച്ച ആളുകളുടെ കേസിൽ നീതി കൊടുക്കാതെ വന്നപ്പോൾ അച്ഛൻ അവരെ കൊന്നിട്ടുള്ള ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. ഓർമ്മയില്ലേ എല്ലാവർക്കും? അതെന്താ കാരണം? നോക്കൂ, സ്റ്റേറ്റ് എനിക്ക് വേണ്ടി ചോദ്യം ചെയ്യാണ്. എന്നെ ഒരാൾ ഉപദ്രവിച്ചു, അപ്പോൾ പോലീസ് ഉടനെ വന്ന് അയാളെ അറസ്റ്റ് ചെയ്യാണ്, എന്നിട്ട് അയാൾ ജയിലിലിടാണ്, അപ്പോൾ അല്ലെങ്കിൽ അയാളെ തൂക്കി കൊല്ലുകയാണ്, അങ്ങനത്തെ കുറ്റങ്ങൾ. അപ്പോൾ അത് ഉറപ്പാക്കുന്ന സ്റ്റേറ്റ് ആണ്. അല്ലാണ്ട് എൻ്റെ കണ്ണെടുത്തെടുത്ത് ഞാൻ നിന്റെ കണ്ണെടുക്കുക എന്ന് പറയുന്ന അനാർക്കി വരാതിരിക്കാൻ എൻ്റെ കണ്ണ് ഒരാളെടുത്തെങ്കിൽ അത് ചോദിക്കാനായിട്ട് ഇവിടെ സ്റ്റേറ്റ് ഉണ്ട് നമുക്ക് വേണ്ടി. അപ്പൊ എൻ്റെ മനസ്സിലെ പ്രതികാരം, റിട്രിബ്യൂഷൻ, അത് സ്റ്റേറ്റ് എനിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് ഇസ് മൈറ്റി, സ്റ്റേറ്റ് ഇസ് മൈ ഗാർഡിയൻ, അല്ലെ? എൻ്റെ റൈറ്റ് ടു ലൈഫ് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതാണ് റിട്രിബ്യൂട്ടീവ് തിയറി ഓഫ് പണിഷ്മെന്റ്. അതിജീവിതം ഉപദ്രവിച്ചെങ്കിൽ തിരിച്ച് അത്രമേൽ ഹീനിയസ് ക്രൈം ചെയ്തിട്ട് നിസ്സാരമായിട്ടുള്ള പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ഫീൽ വരണ്ടേ? ദിലീപ് രക്ഷപ്പെട്ടു, മറ്റുള്ള പ്രതികൾക്ക് അതിനുള്ള മാക്സിമം പണിഷ്മെന്റ് കൊടുക്കുന്നില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അവർക്കൊരു റിട്രിബ്യൂഷൻ അവിടെ വരുന്നുണ്ടോ? അവർക്ക് അവരുടെ ബന്ധുക്കൾക്ക് വരുന്നുണ്ടോ? അപ്പോൾ 4th തിയറി ഓഫ് പണിഷ്മെന്റിലെ 3 തിയറിയും തകർന്നു പോയിട്ട് ഈ സുനിയും ഈ കൂട്ടാളികളും, ഞാൻ പറയുന്നത് പൾസർ സുനിയെങ്കിലും ജീവപര്യന്തം കൊടുത്തില്ല എന്നുള്ളതാണ്. കൂട്ടാളികളെയും പല ഇളവുകൾ കൊടുത്തുകൊണ്ട് അതൊക്കെ അർഹിക്കുന്ന മാനുഷിക പരിഗണനകൾ അർഹിക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞ് അവർക്ക് ചെറിയ പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ നമ്മൾ ആ ജുഡീഷ്യൽ റീസണിലേക്ക് എത്തുന്ന ആ റീസൺ അതൊരു സോഷ്യലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു റീസൺ. സോഷ്യലി ആക്സെപ്റ്റഡ് ആവണം നിർബന്ധമില്ല, പക്ഷെ സമൂഹത്തിന് വേണ്ടിയാണ് ഈ ജഡ്ജ്മെന്റ്. കാരണം സമൂഹത്തിൽ ഒരു ഡെറ്ററന്റ് എഫക്റ്റ് ഉണ്ടാകണം, സമൂഹത്തിന് ഒരു പ്രിവെന്റീവ് എഫക്റ്റ് ഉണ്ടാകണം, സമൂഹത്തിലൊരു റിട്രിബ്യൂട്ടീവ് എഫക്റ്റ് ഉണ്ടാകണം, സമൂഹത്തിലൊരു റിഫോർമേറ്റീവ് എഫക്റ്റ്. ഇതിലെല്ലാത്തിലും പരാജയപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇതിൽ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം. പിന്നെ ജുഡീഷ്യൽ റീസണിങ് എത്തുമ്പോൾ ജഡ്ജിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു ഇവല്യൂഷൻ, അവരുടെ ഇവിടെ എത്തി നിൽക്കുന്നത് എങ്ങനെ, അവരുടെ സൈക്കോളജിക്കൽ, അവരുടെ ഹിസ്റ്റോറിക്കൽ, അവരുടെ പൊളിറ്റിക്കൽ, അങ്ങനെ ഇതൊക്കെ നോക്കിയിട്ടാണ് ഒരാൾ, ജൂലിയസ് സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ജൂറിസ്റ്റ് പറയുന്നതാണിത് കൃത്യമായിട്ട് എങ്ങനെ ഒരു ജഡ്ജ് ജുഡീഷ്യൽ റീസണിലേക്ക് തന്നു. അപ്പോൾ ആ റീസണിങ് ഒക്കെ ഞങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് ഇനഫ്. ചേച്ചി, വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമം എന്ന് പറയുന്നത് ഒരിക്കലും വൈകാരികമായിട്ടുള്ളതല്ല, വളരെ പ്രായോഗികമായിട്ടുള്ളതാണ്. നമ്മൾ തെറ്റിനെയാണ് ഉന്മൂലനം ചെയ്യുന്നത്, വ്യക്തിയെയല്ല ഉന്മൂലനം ചെയ്യുന്നത്. നമ്മൾ തെറ്റിനെയാണ് എപ്പോഴും ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ അതിലെന്താണോ ക്രൈം ഉള്ളത് അതിന് ഉന്മൂലനം ചെയ്യാന്നുള്ള രീതിയിലാണ് തൂക്കിക്കൊല്ലൽ പോലും വേണ്ട, തെറ്റിന് ഉന്മൂലനം ചെയ്തതിന് ശേഷം മാത്രം അവരെ പുറത്തേക്ക് വിടുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വരുന്നത്. അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ ഇപ്പോൾ സെവാദിൻ്റെ ഇഷ്യൂ തന്നെ നോക്കുകയാണെങ്കിൽ അറിയാം, ആൾ പുറത്തേക്ക് വന്നിട്ട് വീണ്ടും അതേ ആക്ടിവിറ്റി തന്നെയാണ് ചെയ്യുന്നത്, അതേ ആക്ടിവിറ്റി ചെയ്യുന്നു, വീണ്ടും അറസ്റ്റിലാവാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യുന്നു. ഇത് കോടതി നിയമങ്ങളുടെ പ്രായോഗികത ഇല്ലായ്മ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ശരിക്കും. ഇപ്പോൾ ഈ ഒരു വിഷയത്തിലാണെങ്കിലും താങ്കൾ പറയുന്നത് പോലെ 20 വർഷം കഴിഞ്ഞ് ഇവർ പുറത്തേക്ക് വന്നു കഴിഞ്ഞാലും ഇവരിലുള്ള തെറ്റിന് ഉന്മൂലനം ചെയ്തോ എന്നുള്ളത് സ്ഥിരീകരിക്കാൻ കോടതിക്ക് കഴിയാത്തടത്തോളം ഇവരെങ്ങനെയാണ് പുറത്തേക്ക് വിടുന്നത്? മൃഗങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, മൃഗങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു എന്താ പറയാ, ഞാൻ വിചാരിക്കുന്നത് മനുഷ്യനേക്കാളും ഇന്റലക്ച്വൽ ആയിട്ട് സ്ത്രീകൾക്ക് മറ്റേ ഒരു പ്രാമുഖ്യം കൊടുക്കുന്നത് മൃഗങ്ങളാണ്. സോ അവിടെ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ജെന്റിൽനെസ് ഇപ്പോഴും പുലർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ പക്ഷേ ഇവരെ എങ്ങനെ 20 കൊല്ലം എന്ന് പറയുന്നത് ഇതുവരെ അനുഭവിച്ചിട്ടുള്ളത് കഴിഞ്ഞിട്ട് പറഞ്ഞ പോലെ തന്നെ 12 വർഷം ഇനി അനുഭവിക്കേണ്ട ആവശ്യമുള്ളൂ. ആരോഗ്യത്തോട് കൂടി ഇരിക്കുമ്പോൾ തന്നെ വീണ്ടും പുറത്തേക്ക് വരുന്നു. ക്രിമിനൽ ആക്ടിവിറ്റീസ് അല്ലാതെ ഇവർക്ക് വേറെ മാർഗങ്ങളില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ വിധി വരുമ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ രക്ഷിക്കേണ്ടത് ആൾക്കാരുടെ ആവശ്യകത, ഒരുപാട് ആൾക്കാരുടെ ആവശ്യകതയുണ്ട്. ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മാത്രമായിരിക്കില്ല, ഒരുപാട് ആൾക്കാരുടെ ആവശ്യകതയാണ് ഇവർ പുറത്തേക്ക് വരണം എന്നുള്ളത്. പിന്നെ ഇനി ഒരു കുറ്റവാളി രക്ഷപ്പെടുമ്പോൾ
ഒരുപാട് കുറ്റവാളികൾക്കുള്ള സാധ്യതയും കൂടിയാണ് അവിടെ തുറന്നു കൊടുക്കുന്നത്. ഒരു കുറ്റവാളി, ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പൊ ദിലീപിനെ ഇതെതിരെ, അദ്ദേഹത്തിനെതിരെ തെളിവില്ല എന്നുള്ള കാര്യങ്ങൾ, അതായത് ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഈ പറയുന്ന ഒരു കാര്യം വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. നിയമത്തിന്റെ പ്രായോഗികത എന്ന് പറയുന്നതിനെ പോലും അതിനെ പോലും ഇല്ലായ്മ ചെയ്യുന്ന ഒരു അവസ്ഥ, അത് ഭയങ്കര ക്രൂരാണ്. നമ്മുടെ സിസ്റ്റം, നമ്മുടെ സമൂഹം, നമ്മുടെ രാജ്യം, നമ്മുടെ സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ അവസ്ഥകൾ, ഇതൊക്കെ തന്നെയാണ് യഥാ രാജ തഥാ പ്രജ എന്നൊക്കെ പറയണ പോലെ നമ്മുടെ രാജ്യത്ത് നീതിനെ നിർവചിക്കുന്ന സമയത്ത് അതൊരു ഡെവലപ്ഡ് രാജ്യത്തിൽ നീതിയുടെ ആയിട്ട് നോക്കുമ്പോൾ ക്വാളിറ്റി കുറഞ്ഞ നീതിയാണ് നമുക്കുള്ള നീതി. അത് പറയണതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. ഞാനത് സ്വയംവിമർശനപരമായിട്ടും കൂടിയാണ് നീതി രംഗത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ കൂടിയും ഞാൻ വിഷമിച്ചിട്ടാണ് പറയണത്. കാരണം എന്താ വെച്ചാൽ എനിക്കറിയാം, എൻ്റെ അടുത്ത് ഒരു ഡിവോഴ്സിന് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ എനിക്ക് ചിലവിന് പൈസ കിട്ടുന്നില്ല, എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാൻ എനിക്ക് നിവൃത്തിയില്ല എന്ന് പറഞ്ഞൊരു പെണ്ണ് വരെയാണ്. അപ്പോൾ ആ സ്ത്രീക്ക് 35 വയസ്സുണ്ടെന്ന് വിചാരിക്കുക. 25 വയസ്സിലെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ 25 വയസ്സിൽ കല്യാണം കഴിയുമ്പോൾ ഡിഗ്രി കഴിഞ്ഞ് ഒരു ജോലിക്ക് പോയി നിൽക്കുന്ന ഒരു കുട്ടിയാണ്. MA ഒക്കെ കഴിഞ്ഞിട്ട് ജോലിക്ക് പോകുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും 10 കൊല്ലം കഴിയുമ്പോൾ ഡിവോഴ്സ് ആവണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ 5 കൊല്ലങ്ങളുടെ ഗ്യാപ്പിൽ കുട്ടികളും ഉണ്ടായിട്ടുണ്ട്. ഈ ഓരോ കുട്ടീനെയും വളർത്തുന്ന സമയത്ത് അവർക്ക് PSC എഴുതാനോ ജോലിക്ക് പോകാനോ പറ്റിയിട്ടില്ല. പക്ഷേ അവർ കൃത്യമായി തന്നെ കുടുംബത്തെ നോക്കുകയും ഭർത്താവിനെ നോക്കുകയും ചെയ്തു. അത് അടുത്ത കുട്ടി ഉണ്ടായി, അതും നോക്കി. അതിന് 10 കൊല്ലം കഴിയുമ്പോൾ ഡിവോഴ്സ് സംഭവിക്കുന്ന സമയത്ത് അതുവരെ സമ്പാദിച്ച മുഴുവൻ സ്വത്തും ഭർത്താവിൻ്റെ മാത്രമാണ്. കാരണം അയാൾ 10 കൊല്ലം ജോലിക്ക് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള സ്വത്താണ്. ഇവർക്ക് ചെലവിന് കൊടുത്തിട്ടുണ്ടല്ലോ, അതുവരെ ഇവർ കൂടെ നിന്ന ആൾക്ക്. പക്ഷെ അയാൾ ജോലിക്ക് പോകുമ്പോൾ അയാൾക്കൊരു ഫാമിലിനെ നോക്കി ഉണ്ടാക്കിയത് ഈ സ്ത്രീയാന്ന് മറന്നു പോവാണ്. അതൊന്നും ആർക്കും കണക്കില്ല. പകരം കോടതിയിൽ എത്തുമ്പോൾ നിങ്ങൾ MA വരെ പഠിച്ചില്ലേ, നിങ്ങളിന്ന് ജോലിക്ക് പോയില്ല, ഒന്നാമത്തെ ഒരു ചോദ്യമാണ്. രണ്ടാമത് നിങ്ങളുടെ കുട്ടികൾക്ക് എത്ര രൂപ ചെലവിന് വേണം, അങ്ങനെ. അപ്പം നമുക്കൊരു വീട് വാടകയ്ക്ക് എടുക്കണോ, നമുക്ക് ഭക്ഷണം വേണോ, നമ്മൾ ഏത് സ്റ്റാൻഡേർഡിൽ ജീവിച്ച, ഇതൊക്കെ നോക്കുമ്പോൾ കോടതിയിൽ പിന്നെ കേസെടുത്തപ്പോൾ 10ഉം 15ഉം കൊല്ലമാണ് കേസെടുക്കുന്നത്. താഴെ കോടതിയിൽ നിന്ന് ഒരു 5 കൊല്ലം കൊണ്ട് വിധി വന്നാൽ മേലെ കോടതിയിലേക്ക് എത്തുമ്പോൾ അത് പിന്നെ ഒരു 7 കൊല്ലം കിടക്കും. അങ്ങനെ പോയിട്ടുള്ള വിധിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ വിധിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോഴേക്കും അവരുടെ അവസ്ഥ എന്താ? അപ്പോൾ അവർക്ക് എന്ത് നീതി കൊടുത്തു? അപ്പോൾ അവർ എൻ്റെ അടുത്ത് വരുമ്പോഴേ എനിക്കറിയാം അവർക്ക് എനിക്ക് നീതി കൊടുക്കാൻ പറ്റുന്നില്ല. ഡിലേഡ് ജസ്റ്റിസ് ഇസ് ഡിനൈഡ് ജസ്റ്റിസ്. ഇപ്പം തന്നെ പൾസർ സുനിയെ അന്നേ ദിലീപിൻ്റെ കേസിനെ ഒന്ന് വേർതിരിച്ച് നിർത്തിയിട്ട് പൾസർ സുനിയും ടീമും ചെയ്തിട്ടുള്ള കുറ്റകൃത്യമാണെന്ന് അപ്പം തന്നെ കണ്ടെത്തി. അപ്പം തന്നെ അവരെ ശിക്ഷിച്ച് പരമാവധി ശിക്ഷ കൊടുത്ത് അവരെ അന്നേ ജയിലിലിട്ട് ഇത് കോൺസ്പിറസി കേസ് വേറെ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വേറെ ആയിട്ട് നോക്കിയിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ഒരു ആശ്വാസം ഉണ്ടായേനെ. ഇതിപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു അവസ്ഥയിൽ വെച്ച് നോക്കുക. അപ്പം നീതികേട്, അതായത് നീതി വൈകി ലഭിക്കുമ്പോൾ ഉണ്ടാവണ ആ ഒരു വലിയ പ്രശ്നമുണ്ട്. വൈകി വരുന്ന നീതിയും എന്താണ്, നീതികേടാണ്. ഡിലേഡ് ജസ്റ്റിസ് ഇസ് ഡിനൈഡ് ജസ്റ്റിസ്. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ആ സ്ത്രീ വരുമ്പോൾ എനിക്കറിയാം ഈ സ്ത്രീക്ക് എനിക്ക് നാളെ മറ്റന്നാളോ കാശ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്നിട്ട് എൻ്റെ ഈ കോടതി ചെലവിനുള്ള പൈസ ഞാൻ അവിടെ നിന്ന് വാങ്ങും ചെയ്യാം. എനിക്ക് ജീവിക്കാൻ നിർത്തില്ല എന്ന് പറഞ്ഞാൽ സ്ത്രീയിൽ നിന്ന് വാങ്ങേണ്ട അവസ്ഥ വരെയാണ്. ഞാൻ വാങ്ങണ്ടോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം. അങ്ങനത്തെ അപ്പോൾ സർക്കാർ കൊടുക്കുന്നു എന്ന് പറയും. ശരി, സർക്കാർ കൊടുക്കും, ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് പ്രകാരം. അപ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്നത് രാമൻപിള്ള പോട്ടെ, ഞാനാണ് ഭർത്താവിന് വേണ്ടി നിൽക്കണമെന്ന് വെച്ചാൽ എനിക്കെതിരെ വരുന്നത് ഒരു ജൂനിയർ 500 രൂപ ലീഗൽ സർവീസിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു വക്കീലാണ് വരുന്നത്. 20 കൊല്ലം പ്രാക്ടീസുള്ള 25 കൊല്ലം പ്രാക്ടീസുള്ള ഞാനാണോ 500 രൂപ വാങ്ങി 2 കൊല്ലോ 5 കൊല്ലോ പ്രാക്ടീസുള്ള വക്കീലാണോ വരുന്നത്? അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു, അതായത് നമുക്ക് ഈ കോടതി എന്ന് പറയുന്നത് ഒരു തരത്തിൽ നീന്താൻ അറിഞ്ഞിട്ട് ആദ്യം വെള്ളത്തിലിറങ്ങുന്ന ആൾക്കാരെ പോലെയുള്ള പരിഭ്രമാണ് ഈ ആദ്യത്തെ 5 കൊല്ലത്തെ പിള്ളേർക്ക് ഉണ്ടാവുക. അതുപോലെയല്ല നമ്മൾ 20 കൊല്ലം അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഏത് പുഴയിലും കടലിലും നീന്തും എന്നുള്ള അവസ്ഥയിലാണ് നമ്മളുടെ അവസ്ഥ. കാരണം അത് ആ കൈകാര്യം ചെയ്യുന്നതും ആ ഒരു സമയത്ത് സ്പോണ്ടേനിറ്റി ഒക്കെ ഉണ്ട്. നമുക്ക് ആ സമയത്ത് കോടതി ഏത് ജഡ്ജ് വന്നാലും നമുക്ക് സംസാരിക്കാൻ പറ്റണം, നമുക്ക് അതിനുള്ള ധൈര്യം ഉണ്ടാവണം, നമുക്ക് ആ സമയത്ത് ലോ പോയിന്റ്സ് ഓർമ്മ വരണം, നമുക്ക് ഫാക്ട് ഓർമ്മ വരണം. ഇതൊക്കെ നമ്മൾ തഴക്കം കൊണ്ട് കിട്ടുന്നതാണ്. അതായത് നിയമ പ്രൊഫഷനിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മളിങ്ങനെ നിന്ന് പ്രാക്ടീസ് ചെയ്ത് തന്നെയാണ് നമ്മളത് വാങ്ങിച്ചെടുക്കുന്നത്. ആ തഴക്കം ഒരുപക്ഷെ പുതിയ ആൾക്കാർക്ക് കിട്ടില്ല. ആ പുതിയ ആളാണ് സർക്കാർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. സർക്കാർ ഫ്രീ ആയി കൊടുക്കുന്നുണ്ട്, അപ്പോഴും എന്താ വരുന്നത്, അതൊരു നമുക്ക് ഉറപ്പില്ല അവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നുള്ളത്. അപ്പം ഇങ്ങനത്തെ അതാണ് പറയാം, പണം എന്നുള്ള സംഗതി അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ സീനിയർ ജൂനിയർ എന്ന ഡിഫറൻസിൻ്റെ ആവശ്യമില്ലല്ലോ. സീനിയർ അഡ്വക്കേറ്റ്സിനെയോ അല്ലെങ്കിൽ പരിചയസമ്പന്നരായ അഡ്വക്കേറ്റ്സിനെയൊക്കെ വാങ്ങിയെടുക്കാനുള്ള കഴിവ് നമുക്കില്ല. നിയമസഹായവേദി അത് നൽകുന്നുണ്ടെങ്കിൽ അത് വില കുറഞ്ഞ സംഗതിയാണ്. ഇപ്പം നമ്മൾ റേഷൻ കടയിൽ പോയി അരി വാങ്ങുമ്പോൾ, ഞാനിപ്പോൾ റേഷൻ കടയിൽ അരി വാങ്ങുന്നുണ്ട്, അപ്പോൾ അത് ഒരുപക്ഷെ അടാട്ട് മട്ടയുടെ അത്ര നല്ല മട്ടയല്ല. അടാട്ട് മട്ടയ്ക്ക് ഞാൻ ചിലപ്പോൾ 50-60 രൂപ കൊടുത്ത് വാങ്ങുന്നുണ്ടെങ്കിൽ അത് ഉറപ്പാണ്, അതിലെ ഫൈബർ കണ്ടന്റും അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ക്വാളിറ്റി ഉറപ്പാണ്. എന്നാൽ റേഷൻ കടയിൽ അരി എടുത്ത് നോക്കുമ്പോഴോ അതിൽ കറുപ്പ് അരി ഉണ്ടാവും, വെളുത്ത അരി ഉണ്ടാവും, മറ്റേതുണ്ടാവും, അത് വേവുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറവുണ്ട്, എല്ലാം ഉണ്ട്.
ഈ രണ്ട് സർക്കാർ തരുന്നത് മുഴുവൻ ക്വാളിറ്റി കുറവാന്ന് ചോദിച്ചാൽ അതേ, സർക്കാർ തരുന്നത് അടാട്ട് മട്ടയല്ല, ഞാൻ മട്ടയുടെ പേര് പറഞ്ഞു, പാലക്കാട് മട്ടയാണ് അടാട്ട് മട്ട നല്ലതെന്ന് അറിയില്ല, എനിക്ക് പെട്ടെന്ന് ഞാൻ ഉപയോഗിക്കുന്ന സാധനം പറഞ്ഞു മാത്രം, ഇനി അതിനൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷെ ഇതാണ് ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിന്ന് കിട്ടുന്ന നീതി, ഇതാണ് രാമൻപിള്ളിയിൽ നിന്ന് കിട്ടുന്ന ജസ്റ്റിസ് ഇതാണ്. അപ്പോൾ ഒരു ഡിഫൻസ് അഡ്വക്കേറ്റ് എത്രയും നന്നായിട്ടാണ് കേസ് ചെയ്യേണ്ടത് എന്നുള്ളതിന് ഏറ്റവും നന്നായി പഠിക്കേണ്ടത് രാമൻപിള്ള സാറിന്റെ ജഡ്ജ്മെന്റും അവരുടെ ഇതുമാണ്. അപ്പോൾ ക്രിമിനൽ നിയമ മേഖലയിലെ ആളുകൾക്ക് പഠിക്കാൻ പറ്റിയൊരു സംഗതിയാണ് അത്. പക്ഷെ ഇപ്പുറത്ത് തകർന്ന് കിടക്കുന്നതും പഠിക്കാൻ പറ്റും. അതായത് ഒരു വശത്ത് തെളിവുകളെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ തെളിവുകളെ പൂർണ്ണമായിട്ടും നശിപ്പിച്ചുകൊണ്ട് കുറ്റക്കാരനെ രക്ഷിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഭംഗിയായിട്ട് ചെയ്യുമ്പോൾ ഗവൺമെന്റിന്റെ സെക്ടറിൽ അവർക്ക് കിട്ടുന്ന മറ്റേ ഒരു വക്കീല് എന്ന് പറയുന്നത് ഒരുപാട് പരിമിതികൾക്കുള്ളിലാണ്. നീതിക്ക് വേണ്ടി നിലനിൽക്കുന്ന ആൾക്കാർ ഒരുപാട് പരിമിതിക്കുള്ളിലാണ് നിലനിന്നുകൊണ്ടിരിക്കുന്നത്. പ്രായോഗികത എന്ന് പറയുന്ന ഒരു വശത്തിലേക്ക് കോടതി നിയമങ്ങളും കാര്യങ്ങളും ഇനിയും ഒരുപാട് മാറേണ്ടതുണ്ട് എന്നുള്ളതാണോ, അല്ലെങ്കിൽ ജഡ്ജിമാരുടെ ചിന്താഗതി മാറേണ്ടതുണ്ടെന്നാണോ, എന്താ ചിന്തിക്കുന്നത് ഇതിനെ കുറിച്ചിട്ട്? രണ്ടും ഉണ്ട്. അതായത് ദൃശ്യം സിനിമ ആലോചിക്കുക, യഥാർത്ഥ സംഭവം നമ്മൾ കണ്ടു, ദൃശ്യം വേറെ പാക്കേജ് ഉണ്ടാക്കി അത് കോടതിയിൽ കറക്റ്റ് തെളിവുകളായി കൊണ്ടുവന്ന് വിശ്വസിപ്പിച്ചു. ഇത് തന്നെയാണ് യഥാർത്ഥ സംഭവം നിൽക്കുമ്പോൾ ഇപ്പുറത്ത് നശിപ്പിക്കേണ്ട തെളിവുകൾ നശിപ്പിച്ചും പുതിയ തെളിവുകൾ ഉണ്ടാക്കിയും ഡിഫൻസിന്റെ ഒരു കഥ, പ്രോസിക്യൂഷൻ സ്റ്റോറി, ഡിഫൻസ് സ്റ്റോറി ഇവിടെ വിജയിച്ചു. ഡിഫൻസ് സ്റ്റോറി വളരെ പഴുതടച്ച് അവർ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു. അത് മാത്രമേ ജഡ്ജിന് എടുക്കാൻ പറ്റുള്ളൂ. അന്ന് അതേസമയം ഇപ്പുറത്തെ ജഡ്ജിന് എടുക്കാനുള്ള ആ ഒരു എന്താ പറയാ ഒരു ധാർമ്മിക ബോധം, ആ ഒരു രീതിയിൽ ധാർമ്മിക ബോധം എന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ജസ്റ്റിസ് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ നിയമം വ്യാഖ്യാനിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഒരു വലിയ ചോദ്യമാണ്. നിയമം വ്യാഖ്യാനിക്കേണ്ടത് ബെനിഫിഷ്യൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ലോ ഉണ്ട്. ആർക്ക് ബെനിഫിറ്റ് ആയിരിക്കണം? ഡിഫൻസിന് ബെനിഫിറ്റ് ആണോ അതോ വിക്ടിമിന് ബെനിഫിറ്റ് ആണോ, സർവൈവർക്ക് ബെനിഫിറ്റ് ആണോ? വലിയ ചോദ്യമാണ്. അപ്പോൾ ഒരു ബെനിഫിഷ്യൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ലോ എന്ന് പറയുന്ന സംഗതി ഉണ്ട് അവിടെ. ഈ നിയമമൊക്കെ ഉണ്ടാക്കിയത് ആർക്ക് വേണ്ടിയിട്ടാണ്? എന്തിനാ ഈ പ്രത്യേക കോടതി ഉണ്ടാക്കിയത്? ഈ സ്ത്രീക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേക കോടതി. എന്തിനാ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ഉണ്ടായത്? ഈ സ്ത്രീക്ക് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് അവിടെ നിന്ന് ഒരു കൂട്ടം മനുഷ്യർക്ക് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അത്തരം കുറേ സംഗതികളുടെ കാര്യത്തിൽ അതാണ് നമുക്ക് ഈ ഒരു കോടതിയുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളിൽ വൈരുദ്ധ്യമായിട്ടുള്ള അഭിപ്രായങ്ങളും ഒരു തരം ആശങ്കയും ഈ സിസ്റ്റത്തോടുള്ള ആശങ്കയൊക്കെ ഉണ്ടാക്കാൻ കാരണം ഈ ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ഈ മൊത്തം പ്രോസസ്സ് നമ്മൾ ഉണ്ടാക്കിയത് എന്താ വെച്ചാൽ, അതിജീവിതം പറയുമ്പോൾ ഞാൻ വന്നിട്ട് പറയുകയാണ് നോക്കൂ എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല എന്ന് പറയുമ്പോൾ, ശരിയാണ് വിശ്വാസമില്ല നിങ്ങൾ വേറെ കോടതിയിൽ പോകൂ എന്ന് പറയാനുള്ള ഒരു മാന്യതയോ അല്ലെങ്കിൽ എന്തിനു പറയാ എനിക്കറിയില്ല, ഒരു ധാർമ്മികത ഉണ്ടാവണം. അത് മേലെ കോടതികൾക്ക് ഉണ്ടാവണം. ഞാൻ സംശയിക്കുന്നു, എനിക്ക് നീതി അങ്ങനെ കിട്ടണം എന്ന് ഞാൻ പറയാം, എനിക്ക് ജഡ്ജ് വേണ്ട എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അടുത്ത ജഡ്ജ് ഇതേ വിധി തന്നെയായിരിക്കാം പറയേണ്ടാവുക. പക്ഷെ എങ്കിൽ പോലും ഞാൻ പറഞ്ഞില്ല നേരത്തെ, ജസ്റ്റിസ് നോട്ട് ഓൺലി ഡൺ ബട്ട് സീംസ് ടു ബി ഡൺ. ജഡ്ജ് നീതി നടപ്പിലാക്കിയാൽ മാത്രം പോരാ, അത് നടപ്പിലാക്കിയെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് നടപ്പിലാക്കാനുള്ള കാര്യത്തിൽ ഇവിടെ കോടതി കൃത്യമായി പരാജയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ജസ്റ്റിസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാതിരിക്കാൻ കാരണം, അതിജീവിതയ്ക്ക് ഫീൽ ചെയ്യാതിരിക്കാൻ കാരണം അതുകൊണ്ട് മരത്തിനാണോ ആശീരിക്കാണോ വെച്ചാൽ രണ്ടിനും കുറ്റമുണ്ട്. സിസ്റ്റത്തിനും പ്രശ്നമുണ്ട്, സിസ്റ്റത്തെ വ്യാഖ്യാനിക്കുന്ന നിയമത്തിനും കുഴപ്പമുണ്ട്, നിയമത്തെ വ്യാഖ്യാനിക്കുകയും കൈകാര്യം ചെയ്യുന്ന ആളുകളിലും പ്രശ്നമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പൊതുബോധത്തെ ഉണർത്തിക്കൊണ്ടുവരാനായിട്ട് വി ഷുഡ് എഡ്യൂക്കേറ്റ് അവർ സെൽഫ്. ലീഗൽ ലിറ്ററസി അല്ലെങ്കിൽ ലിറ്ററസി എന്ന് പറഞ്ഞാൽ പോരാ, നിയമത്തെ അറിയുക, നിയമത്തെ അറിഞ്ഞ് നിയമത്തെ ഉപയോഗിക്കാനുള്ള ഒരു ടൂളായിട്ട് നിയമത്തെ ഉപയോഗിക്കാനുള്ള കേപ്പബിലിറ്റി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ ചായ വയ്ക്കാൻ പഠിക്കണം, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്കണം, നമ്മൾ കക്കൂസ് കഴുകാൻ പഠിക്കണം, നമ്മൾ സ്വയം ശുദ്ധിയാക്കാൻ പഠിക്കണം, നമ്മൾ പേനയെടുത്ത് എഴുതാൻ പഠിക്കണം, നമ്മൾ ബൾബ് മാറ്റിയിടാൻ പഠിക്കണം, നമ്മൾ പരാതി എഴുതാൻ പഠിക്കണം, നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് പറഞ്ഞ് റെസീറ്റ് വാങ്ങാൻ പഠിക്കണം, നമ്മൾ നിയമം അറിഞ്ഞ് ജീവിക്കാൻ പഠിക്കണം. അപ്പോഴേ നമുക്ക് മറ്റുള്ളവരുടെ അവകാശങ്ങളെക്കുറിച്ച് കൂടി ബോധ്യം വരുള്ളൂ. നിയമം അറിയുക എന്നുള്ളത് നിയമത്തിൻ്റെ കാവലാളാകുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. അവസാനമായിട്ട് ഒരേ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, നമ്മുടെ ഡൽഹിയിൽ ഒരു ജഡ്ജിൻ്റെ വീട്ടിൽ നോട്ടുകൾ കത്തിക്കരിഞ്ഞ് കിടുന്നത് നമ്മൾ കേട്ടതാണ്. അദ്ദേഹത്തിനെ അവിടെ നിന്ന് നീക്കം ചെയ്യുകയും മറ്റൊരു കോടതിയിലേക്ക് മാറ്റുകയും അദ്ദേഹത്തിന് വിധി പറയാനുള്ള അവകാശം മാത്രം ലംഘിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യം നമ്മുടെ മുന്നിൽ സാക്ഷ്യമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അന്ന് അവിടെ നോട്ട് കത്തിക്കരിഞ്ഞില്ല, ആക്സിഡൻ്റലായിട്ട് അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ ഈ കാര്യം പുറം ലോകം അറിയില്ല. അപ്പോൾ ഇവിടെ വിലക്കെടുക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയും കൂടിയാണ് ജനങ്ങളിലേക്ക് എത്തുന്നത്.
ഇന്ന് ആ ജഡ്ജിന്റെ അവസ്ഥ എന്താണെന്നോ ഇങ്ങനെ എന്തെങ്കിലും അറിയാമോ? ജഡ്ജിന്റെ അവസ്ഥയൊന്നും ഞാൻ പരിശോധിക്കണില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ജഡ്ജി പോയിട്ട് സുപ്രീം കോടതിയിലെ ജഡ്ജായി മാറി. അദ്ദേഹത്തിനെതിരെ പോലും ഈ എന്താ പറയുക കറപ്ഷന്റെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഏറ്റവും താഴെ തട്ടിൽ പോയുള്ള മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിന് എന്തോരം പ്രോപ്പർട്ടികൾ ഉണ്ടായിട്ടുള്ളത്. അപ്പം നമ്മുടെ വരുമാനത്തിന് അനുസൃതമായിട്ടുള്ള പ്രോപ്പർട്ടിയാണോ നമ്മുടെ കയ്യിലുള്ളത് എന്ന് ജസ്റ്റ് ഒരു ഓഡിറ്റിങ് ഇവരെല്ലാവരെയും, അതായത് ഓരോ മനുഷ്യരെയും, അതൊരു ക്ലർക്ക് മുതൽ ഓരോ ആളുകളെയും നിങ്ങൾ പരിശോധിച്ചാൽ ഗവൺമെന്റ് എംപ്ലോയീസും അതുപോലെ അല്ലാത്തവരും പല ആൾക്കാരുണ്ടല്ലോ, നമ്മൾ കൃത്യമായിട്ട് ആ ഓഡിറ്റിംഗ് വരികയും അത് സ്റ്റേറ്റിന് അതിൻ്റെ അധികാരം, അല്ലാണ്ട് കേന്ദ്രമല്ല ഇൻകം ടാക്സ് എടുക്കേണ്ടത്, അത് ശരിക്കും സ്റ്റേറ്റ് ആണ് ആ ഒരു ഇൻകം നോക്കി അതിൻ്റെ ടാക്സ് എടുക്കേണ്ടത്. അതിൻ്റെ ഫിസിക്കൽ നമ്മളുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാകുന്നത് ഫെഡറൽ സിസ്റ്റം കൂടി നമ്മൾ അംഗീകരിച്ചുകൊണ്ടുള്ള ജനാധിപത്യ രാജ്യമാണ്. ആ ഫെഡറൽ സിസ്റ്റത്തിൽ ഫിസിക്കൽ സിസ്റ്റത്തിൽ, അതായത് ഫിനാൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് ഫെഡറലിസം വളരെ കുറവാണ്, എല്ലാം കേന്ദ്രീകൃതമായിട്ട് കിടക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ സ്റ്റേറ്റിന് ഉത്തരവാദിത്തം വന്ന് സ്റ്റേറ്റിൻ്റെ കീഴിൽ ഈ ഒരു ഓഡിറ്റിംഗ് വരികയാണെങ്കിൽ നമ്മളുടെ സിസ്റ്റത്തിന് വളരെയധികം മാറ്റം വന്നേനെന്നാണ് എനിക്ക് തോന്നുന്നത്. കറപ്ഷൻ വളരെയധികം കുറഞ്ഞേനെ, മനുഷ്യരോടുള്ള കമ്മിറ്റ്മെൻറ്റ് കുറച്ചുകൂടി ഉയർത്തി പണത്തിനോട് അല്ലാതെ ആക്കി മാറ്റിയേനെ. എങ്കിൽ മാത്രമേ നമുക്ക് നീതി എന്ന് പറഞ്ഞ സംഗതി, നീതി എവിടെ പുലരുക? നീതി പുലരണമെങ്കിൽ ആ സമൂഹം എന്തായിരിക്കണം? അത് ജനാധിപത്യപരമായിരിക്കണം, അത് മറ്റേ എന്താ പറയുക സോഷ്യലിസ്റ്റ് സമൂഹമായിരിക്കണം, അത് സെക്യുലർ രാഷ്ട്രമായിരിക്കണം. എങ്കിൽ മാത്രമാണ് അത് റിപ്പബ്ലിക്കൻ രാഷ്ട്രമായി മാറുക. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിലാണല്ലോ നീതിയെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഇന്ത്യ ഷുഡ് ബി സോവറിൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. നമ്മൾ സോവറിൻ അല്ല, നമ്മൾ സോഷ്യലിസ്റ്റ് അല്ല, നമ്മൾ മറ്റേ സെക്യുലർ അല്ല, പിന്നെ നമ്മൾ ഡെമോക്രസി എന്ന് പറയുന്നത് വെറും ഇലക്ഷൻ മാത്രമാണ് നമ്മുടെ ഡെമോക്രസി. ഇത് തന്നെയാണ് നമ്മുടെ നീതിയിലേക്ക് നമ്മൾ എത്തിക്കാത്തത്. സത്യത്തിൽ ജനം പൂർണ്ണമായിട്ടും മാറ്റം വരികയാണെങ്കിൽ, ചെറിയ സ്കൂൾ എഡ്യൂക്കേഷൻ തൊട്ടിട്ട് അവർക്ക് ഒരു നീതിബോധത്തിൽ അവർ വളർന്നു വരികയാണെങ്കിൽ സമൂഹത്തിൽ ഒരുപാട് രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുമായിരുന്നു. ഇതിന് പല രീതിയിലുള്ള ദാരിദ്ര്യമാണ് ഇവിടെ ഉള്ളത്. ഈ ദാരിദ്ര്യമാണ് ആക്രാന്തമായിട്ട് മാറുന്നത്. ഈ ആക്രാന്തമാണ് എൻ്റെ അഭിപ്രായത്തിൽ എത്ര കാശ് വേണം ഒരു മനുഷ്യന് ജീവിക്കാൻ എന്നുള്ളത് അറ്റ് എ ടൈം. പിന്നെ അവന് വേണ്ട സെക്യൂരിറ്റീസ്, ഒരു അസുഖം വന്നു കഴിഞ്ഞെങ്കിൽ സെക്യൂരിറ്റീസ് അത് ഗവൺമെൻറ് ഡെവലപ്പ് ചെയ്യുന്നില്ല എന്നുള്ളൊരു സംഭവമാണ്. വ്യക്തിപരമായിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അത് എന്റെ കയ്യിൽ ഒരു 100 കോടി വന്നു, എനിക്ക് മതിയായോ? ഇല്ലല്ലോ, മതിയാവണില്ലല്ലോ. അപ്പൊ എനിക്ക് എന്റെ പേര് ഷിപ്പ് വാങ്ങണം, എന്റെ പേരിൽ എയർക്രാഫ്റ്റ് വേണം, അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ അതെ നമ്മൾ വേറെ പല 100 കോടി എത്ര ആൾക്കാർ കൂടിയിട്ട് എത്ര കാലം തിന്ന് തീർത്താലാ തീരാന്ന് നമ്മൾ ആലോചിക്കണില്ല. 100 കോടി ജനങ്ങൾക്ക് അത് എത്ര ഉപകാരപ്രദമാവുമെന്നും നമ്മൾ ആലോചിക്കണില്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. ഞാൻ പറയട്ടെ, ഒരു കുട്ടി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജനിക്കുന്നത് ആർത്തിയോടെയും ത്വരയോടെയും ഒന്നും അല്ല. നമുക്ക് മതി എന്ന് പറയാനൊക്കെ പറ്റുന്ന ആൾക്കാരാണ്. കാരണം കുഞ്ഞുങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക, അത് പൊള്യൂട്ടഡ് ആവാത്ത കുഞ്ഞുങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക. പൊള്യൂട്ടഡ് ആവാത്തന്നെ വളരെ കോട്ടായിട്ടാണ് പറയണത്, കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക. അപ്പോൾ അവരെ നമ്മളോട് ചോദിക്കും, നമ്മൾ നീതി കെട്ട വർത്തമാനങ്ങൾ പറയുമ്പോൾ നമ്മൾ ചോദിക്കും അതെന്താ അങ്ങനെയും ചോദിക്കും നമ്മളോട്. നമ്മൾ പല സ്ഥലത്തും ഈ ഇൻജസ്റ്റിസ് ചെയ്യുമ്പോൾ അപ്പോൾ അവർ ചോദിക്കണം കാണാറുണ്ട്. അപ്പോൾ നമ്മൾ അവരോട് നമ്മളുടേതായ ചില ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവരെയും കൂടി നമ്മളുടേതാക്കി മാറ്റുന്ന ഒരു അവസ്ഥയിലേക്ക്. അപ്പം സത്യം പറഞ്ഞാൽ ആ ഒരു എന്താ പറയുക, ഇതൊന്നും പറ്റാതെ പൊള്യൂഷൻ ആവാതെ നമുക്ക് വളരാനുള്ള സാമൂഹ്യ സാഹചര്യം പോലും നമുക്കില്ല എന്നുള്ളതാണ്. നമ്മൾ വളർന്നു വരുന്ന ഓരോ കുഞ്ഞിനും ഗുരു സിനിമയിലെ പോലെ നമ്മളിങ്ങനെ വിഷം കൊടുത്തുകൊണ്ടാണ് നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവരിൽ നിന്ന് നമുക്ക് മറ്റൊരു നമ്മൾ കൊടുക്കുന്നതല്ലേ, വളമ്പുന്നതല്ലേ നമുക്ക് തരാൻ പറ്റുള്ളൂ. അപ്പോൾ അതും വലിയൊരു പ്രശ്നം തന്നെയാണ്. മറ്റൊരു രീതിയിൽ ഒരുപാട് ജനറേഷൻ കഴിയുമ്പോൾ അവർ ഡെവലപ്പ് ആവുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഡെവലപ്പ് ആവാനുള്ള പരിമിതി തന്നെയാണ് സൃഷ്ടിക്കുന്നത്, നമ്മൾ തന്നെയാണ്. അതെ, കാരണം അവരുടെ റൂട്ട് അത്രയും മോശം സ്ഥലത്താണ് അവരുടെ റൂട്ട് ഉള്ളത്. അപ്പോൾ ഒരു റൂട്ട് ചീഞ്ഞു പോവാണ്, അവർക്ക് എത്രത്തോളം മുകളിലേക്ക് വരാൻ പറ്റില്ല. നമ്മളിലാണ് അവരുടെ റൂട്ട് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ആവാസ വ്യവസ്ഥനെ മാറ്റം വേണം. നമ്മളെ പരിഷ്കരിക്കണം, നമ്മുടെ ചുറ്റുമുള്ള സംഗതികളെ പരിഷ്കരിക്കണം. അതിന് വേണ്ടുന്ന ഒരു ടൂളായിട്ട് നമ്മൾ നിയമത്തെ ഉപയോഗിക്കണം. ലോയ്സ് ഫോർ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നാണ് റോസ്കോപ്പോട് പറയുന്നത്. അപ്പോൾ ആ ടൂളായിട്ടത് ഉപയോഗിക്കാൻ നമുക്ക് പറ്റണം. അതിനുള്ള സാമൂഹ്യ സാഹചര്യം നമ്മൾ വളർത്തിയെടുക്കണം. Yes.